നാരായണ നാരായണ. ഓം നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം ദശമസ്കന്ധം ഉത്തരാർത്ഥം 69-ാം അധ്യായം മുതൽ തുടങ്ങുന്നു. കൃഷ്ണ ഗാർഹസ്ഥ്യം, നാരദ പരീക്ഷ. നാരദന് ശ്രീകൃഷ്ണൻ്റെ ഗാർഹസ്ഥ്യം ഒന്ന് കാണണം എന്നൊരു മോഹം. ഇടയ്ക്കിടയ്ക്ക് ദ്വാരകയിൽ വരും. അപ്പോൾ അത് സ്ഥിരമായിട്ടുള്ളൊരു കൃഷ്ണ സന്ദർശനം, അതൊരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ അനുഭവിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഈ ഉദ്ദേശത്തോട് കൂടിയിട്ട് വന്നത് നേരെ രുക്മിണിയുടെ കൊട്ടാരത്തിലാണ്. അപ്പോൾ രുക്മിണിയും കൃഷ്ണനും കൂടിയിട്ട് നമസ്കരിച്ചു. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് മുനെ എന്നൊക്കെ പറഞ്ഞ് കുറേ ലോകിയൊക്കെ പറഞ്ഞ് കാല് കഴുകി തീർത്ഥമൊക്കെ ശിരസിൽ സ്വീകരിച്ചു, പൂജിച്ചു. നാരദൻ പറഞ്ഞു, ഭഗവാനെ, അങ്ങ് മോക്ഷത്തിനായിട്ടുള്ള ഭഗവാനാണ്. അങ്ങയെ നമസ്കരിച്ച് എപ്പോഴും നടക്കണം, അതാണ് എൻ്റെ മോഹം. അങ്ങനെ നാരദൻ പൂജയൊക്കെ സ്വീകരിച്ച് മറ്റുള്ള ദിക്കിൽ എന്തൊക്കെയാണ് നടത്തുന്നത് ഭഗവാൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഇറങ്ങി സത്യഭാമയുടെ അവിടെ എത്തിയപ്പോൾ ചൂത് കളിക്കുകയാണ് ഭഗവാൻ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ പൂജിച്ചു, സ്വീകരിച്ചു. അങ്ങുണ്ടാവുകൊണ്ടല്ലേ ഞാൻ പൂർണ്ണനായത്, ബ്രാഹ്മണരെ സേവിക്കുന്നതല്ലേ ക്ഷത്രിയൻ്റെ കടമ എന്നൊക്കെ ചോദിച്ചിട്ട് സ്തുതിച്ചു. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടത്തി. പലതരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ട് കേട്ടോ. നാരദൻ പരീക്ഷിക്കാനാണ് നിൽക്കുന്നത്. ഭഗവാൻ നല്ലോണം, അതായത് പൂജിച്ച് ബഹുമാനിച്ച് ബ്രാഹ്മണനായിട്ട് കണക്കാക്കിയിട്ട് നാരദനെ എത്രയാ പുകഴ്ത്തിയ ചോദിച്ചാൽ നിശ്ചല. അപ്പോൾ ഇതൊക്കെ ഭഗവാന്റെ ലീലയാണെന്ന് അറിയാം എന്നുള്ള രീതിയിലാണ് നാരദനും. ഏതായാലും പിന്നെ ജാമ്പവതിയുടെ അടുത്തെത്തി. അവിടെ കുട്ടികളെ ലാളിപ്പിക്കണു. കാളിന്തിയുടെ അടുത്ത് അപ്പോൾ അവിടെ കുളിക്കാനുള്ള ഒരുക്കാണ്. പിന്നെ ഓരോരുത്തരുടെ പേരിങ്ങനെ പറഞ്ഞിട്ടില്ല. ഓരോരോ സ്ഥലത്ത് ചെന്നപ്പോൾ ഉണ്ടായത്, ഒരുത്തിയിൽ ഹോമം ചെയ്യണു, പിന്നെ തർപ്പണം ചെയ്യണു, ഈ വേദപാഠം ചെയ്യണു, അതിഥി പൂജ ചെയ്യണു, ഭൂതബലി, അന്നദാനം, ഉച്ഛിഷ്ടം ഭക്ഷിക്കൽ, സന്ധ്യാവന്ദനം, യുദ്ധതന്ത്രം പഠിപ്പിക്കൽ, പിന്നെ ആനപ്പുറത്തുള്ള സവാരി, കുതിരപ്പുറത്തുള്ള സവാരി, പിന്നെ സ്തുതി കേൾക്കൽ, കാര്യാലോചനകൾ, ജലക്രീഡ ചെയ്യണ സ്ഥലം, പശുദാനം ചെയ്യുന്നു. ചെന്നപ്പോൾ ഇതിഹാസ പുരാണങ്ങളെല്ലാം കേൾക്കണു. അതേപോലെ പുരുഷാർത്ഥങ്ങളെ ഭജിക്കണു. പിന്നെ ധ്യാനം ചെയ്യണു, ഗുരുപൂജ ചെയ്യണു. അതേപോലെ പൂജ, യാഗം, ഹോമം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണു. ചിലയിൽ യുദ്ധവർണ്ണന ചെയ്യണു, ചില ഉപദേശങ്ങൾ കൊടുക്കണു, സന്ധി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശീലിപ്പിക്കണു, ചെയ്യണു. പിന്നെ സജ്ജനക്ഷേമ ചർച്ച ഒരുത്തിയിൽ, പിന്നെ പുത്രപൗത്ര വിവാഹാലോചനാദി കാര്യങ്ങൾ, പിന്നെ യാത്രയാക്കൽ തുടങ്ങിയുള്ളത്, സ്വീകരിക്കൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇഷ്ടാപൂർത്തങ്ങൾ ചെയ്യൽ, യജ്ഞം ചെയ്യൽ, കിണർ കുഴിക്കൽ, വൃക്ഷം നടൽ, പരോപകാരം ചെയ്യൽ, നായാട്ട്, ചാരവൃത്തി. ഭഗവാൻ ഓരോരോ ദിക്കിലും ഓരോരോ പത്നിമാരോടൊത്ത് കുടുംബസ്ഥനായിട്ട് പലതും നമ്മൾ ചെയ്യേണ്ടതിനെ ചെയ്തുകൊണ്ടിരിക്കുക. നാരദ പരീക്ഷയിലൊരു ഗുണം അതാണ്. നമ്മൾ എന്തൊക്കെയാണോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യേണ്ടത്, അത് മുഴുവൻ ഓരോരോ കൃഷ്ണൻ ഓരോരോ പത്നിമാരോടൊത്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് മുഴുവൻ നാരദൻ കണ്ടു. ഭഗവാൻ പൂർണ്ണനാണ് എന്ന് നാരദന് ഇപ്പോഴും പിടികിട്ടിയില്ല. സർവം വ്യത്യസ്ത, എല്ലാ ദിക്കിലും കൃഷ്ണ സാന്നിധ്യം. യോഗേശ്വരന്മാരുടെ യോഗേശ്വരത്വമാണ് കൃഷ്ണന്. മായാനാഥനാണ്. ബ്രഹ്മാരി ദേവകൾക്ക് എങ്ങനെയാണ് ഈ കൃഷ്ണനെ അറിയാൻ സാധിക്കുക? കൃഷ്ണൻ്റെ കീർത്തി 3 ലോകവും ശുദ്ധീകരിക്കുന്ന ആ ഈശ്വരഭാവത്തെ നല്ലോണം നാരദന് കാണിച്ചു കൊടുത്തു എന്നാണ്. അങ്ങനെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഭഗവാനെ നാരദ നന്നായിട്ട് സ്തുതിച്ചു, നമസ്കരിച്ചു. അപ്പോഴേക്കും ഇവിടെ എല്ലാം ദിവസം കഴിയാച്ചാൽ, അതായത് എല്ലാ ദിക്കിലും എത്തുന്നില്ല. നാരദൻ കുട്ടി എല്ലാ ദിക്കിലും എത്താനും അത് പരീക്ഷിക്കാനും സാധിക്കുന്നില്ല. എല്ലായെങ്കിലും വേഗം ഓടിച്ചെന്ന് അങ്ങനെയാണ്. പക്ഷേ മനസ്സിലായി പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോഴേക്കും പോവാൻ നിൽക്കുക. ഭഗവത്വം മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ സ്തുതിച്ചിട്ട് പോവാൻ നിൽക്കുക. അപ്പോൾ നാരദനെ വിളിച്ചു വരുത്തി ഭഗവാൻ രുക്മിണിയുടെ കൊട്ടാരത്തിലേക്ക്. അപ്പോൾ തെറ്റൊക്കെ മനസ്സിലായി. വേണ്ടായിരുന്നു ഭഗവാനെ, ഞാൻ ഇങ്ങനെയൊന്നും നിരീക്ഷിച്ചില്ല. ഭഗവാനെ സ്തുതിച്ചു, നമസ്കരിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, മഹർഷേ, ഞാൻ ധർമ്മത്തെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ആചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്.
ഞാൻ അങ്ങയെ പൂജിച്ചത് അഭിനയമല്ല. അങ്ങ് ദുഃഖിക്കണ്ട. അങ്ങ് കരുതിയത് ഞാൻ അങ്ങയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങയെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങയെ പൂജിച്ചത് എന്നാണ്. അങ്ങനെയല്ല. ബ്രാഹ്മണനായിട്ടുള്ള, ഋഷിവര്യനായിട്ടുള്ള, ദേവർഷിയായിട്ടുള്ള അങ്ങയെ എല്ലാവരും പൂജിക്കണം. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങയെ പൂജിച്ചത്. നാരദനെ തോൽപ്പിക്കാനല്ല കൃഷ്ണൻ അവർ അങ്ങനെ ചെയ്തത് എന്ന് സാരം. പലപ്പോഴും അത് അങ്ങനെയാണ് പറയാറ്. നാരദനെ ബാക്കിയുള്ള ദേവന്മാരെയൊക്കെ ജയിക്കുക അങ്ങനെയാണല്ലോ ഉണ്ടായിരുന്നത് കൃഷ്ണൻ. എന്ന കൂട്ടത്തിൽ നാരദനെ അങ്ങനെ അതല്ലാന്ന് സാരം. ഈ ദേവന്മാരെ മുഴുവൻ തോൽപ്പിച്ചതായിട്ടുള്ള ഇന്ദ്രനെ ആയാലും ശരി, ഈ ശിവനെ ആയാലും ശരി, ബ്രഹ്മാവിനെ ആയാലും ശരി, ബ്രഹ്മമോഹനൊക്കെ വലിയ ലീലല്ലേ. ഈ മഹർഷിമാരെ മുഴുവൻ ശ്രീകൃഷ്ണൻ പൂജിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സൂര്യനെ ആയാലും ശരി ഭഗവാൻ സ്ഥിരം പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാവരും കാണുന്നുണ്ട്. പക്ഷേ അവരെയൊക്കെ ജയിക്കാൻ തൊക്കെന്നുള്ള പ്രഭാവത്തോട് കൂടിയിട്ടാണ് ഭഗവാൻ വന്നത് എന്നുള്ളത് നമ്മളെ കാണിച്ചു തരാൻ ലീലകളെ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് അതിൻ്റെ ഒരു ഭാഗമാണ്. അതിൻ്റെ മറ്റേ ഭാഗത്തിൽ ഒരു നാണയത്തിന് രണ്ട് പുറമുണ്ടല്ലോ. അപ്പോൾ വിപരീതം കണക്കാക്കരുത്. ഈ കൃഷ്ണകഥ പറയുമ്പോൾ പലപ്പോഴും ഇങ്ങനൊരു വിപരീതം പറയാറുണ്ട് ആൾക്കാർ. ശരിയല്ല. കൃഷ്ണൻ ഇത് ആത്മാർത്ഥമായിട്ടാണ് ചെയ്തേർന്നത്. ബാക്കിയുള്ളവർ എന്നെ അനുകരിക്കും, ഇത് കണക്കാക്കിക്കൊണ്ടാണ് ചെയ്തേർന്നത്. നാട്യമല്ല, ചെയ്യിക്കുകയും ചെയ്തേർന്നു ഭഗവാൻ. തൻ്റേതായിട്ടുള്ള ഓരോരുത്തരെ കൊണ്ടും ചെയ്യിച്ചേർന്നു. തൻ്റെ ശത്രുക്കളെ ജയിച്ചു കഴിഞ്ഞാൽ അവരെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ വിട്ടുവെങ്കിൽ അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചേർന്നു ഭഗവാൻ. അത് വളരെ വളരെ പ്രസിദ്ധമാണത്. പക്ഷെ അതിനെ പറയാറില്ല ആരും. അത് പറയണം. കാരണം രാമനായാലും ശരി, കൃഷ്ണനായാലും ശരി, എല്ലാവരെയും സാത്വിക ഭാവത്തിലേക്ക് എത്തിപ്പിക്കുക എന്നത് ഭഗവാന്റെ ഒരു ഉദ്ദേശ്യമാണ്. നശിക്കുന്നതായിട്ടുള്ള അവസ്ഥയിലാണ് ദുഷ്ടന്മാരുള്ളത് വെച്ചാൽ അവരെയൊക്കെ വധിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ മുക്തി കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്തു. ശിഷ്ടന്മാരായിട്ടുള്ള എല്ലാവരെ കൊണ്ടും ഈ ബ്രാഹ്മണ പൂജയും തൻ്റെ കൂട്ടുകാരോടടക്കം, ഗോപികമാരോടടക്കം പറയേണ്ടി വന്നിട്ടില്ല. അവരോടെങ്കിലും പറയാണ്, ചെയ്യണം കേട്ടോ. കൂട്ടുകാരോട് പറയണില്ലേ, നിങ്ങളൊരിക്കലും ബ്രഹ്മസ്വം കക്കരുത് കേട്ടോ, ദേവസ്വം കക്കരുത് കേട്ടോ. പ്രത്യേകം പറയുന്നുണ്ട്. നിർഗമുക്തി പറഞ്ഞ സമയത്താണ് അത് പറയേണ്ടത് കൂട്ടുകാരോട്. ഒരു കാരണവശാലും ബ്രഹ്മസ്വം ദേവസ്വം കക്കരുത്. നിങ്ങൾ എല്ലാ പ്രവൃത്തികളും ചെയ്യണം. കൃഷ്ണൻ കൂട്ടുകാരെ സേവിക്കുന്നു, കൂട്ടുകാരിൽ നിന്നുള്ള സേവനത്തെ സ്വീകരിക്കുന്നു. ഗോപികമാരോടായാലും ശ്രീകൃഷ്ണ പത്നിമാരോടായാലും ഒരേപോലെയാണ്. മക്കളോടും അതെ. സുഹൃത്തുക്കളായിട്ടുള്ള പാണ്ഡവന്മാരോട്, മറ്റ് പല രാജാക്കന്മാരോടും, മഹാബ്രാഹ്മണരായിട്ടുള്ള പലരോടും, സനകാദികൾ ഈ വിഷ്ണുവിൻ്റെ ആ ഒരു സാമീപ്യത്തെ അറിയാൻ വേണ്ടിയിട്ട്, എന്തിനാ സകലസ്വരൂപം സ്വീകരിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്, പ്രപഞ്ചത്തിൽ കൃഷ്ണൻ്റെ ഭഗവാന്റെ വിഷ്ണുവിൻ്റെ സാമീപ്യം അത് അറിയാൻ വേണ്ടിയിട്ടാണ്. അവിടെ ചെന്നപ്പോൾ വിഷ്ണു ഭഗവാൻ ഈ മഹർഷിമാരെ പുകഴ്ത്തിക്കൊണ്ട്, നിങ്ങൾ കാരണമാണ് എനിക്ക് ഈ സാത്വിക ഭാവം നിലനിർത്താൻ സാധിക്കുന്നത് എന്നൊക്കെ പറയുന്നത് വെറുതെ പറയല്ല. ഭഗവാൻ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ പഠിപ്പിക്കാൻ. ഭഗവാൻ അതിൻ്റെ ആവശ്യമില്ല, അത് ശരിയാ. കംസനെ കൊണ്ട് പറയിക്കുന്നതും ഹിരണ്യകശിപുവിനെ കൊണ്ട് പറയിക്കുന്നതും ഈ വിഷ്ണുവിൻ്റെ വളർച്ചയ്ക്ക് കാരണഭൂതമായിട്ടുള്ള ഋഷികൾ, യാഗങ്ങൾ, പൂജാദികൾ, സാത്വികത അതൊക്കെ നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞത് വെറുതെയല്ല. ഇതിലൂടെയാണ് കൃഷ്ണ തേജസ്, വിഷ്ണു തേജസ് വർദ്ധിപ്പിക്കുക. അപ്പോൾ ഒരു നാണയത്തിൻ്റെ രണ്ട് പുറമായിട്ട് കൃഷ്ണൻ അത് ചെയ്തേർന്നു, ചെയ്യിച്ചേർന്നു, നിർബന്ധിച്ചേർന്നു. വളരെ പ്രധാന.
അത് നാരദനോട് പറയാണ്, ഞാനത് ആത്മാർത്ഥമായിട്ടാണ് ചെയ്യണത് കേട്ടോ, അങ്ങ് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട്, ആചരിക്കുന്നുണ്ട്, ഇത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കൂ കേട്ടോ, എല്ലാവരിലും എത്തിക്കൂ കേട്ടോ, ഗൃഹസ്ഥധർമ്മം ഇങ്ങനെയാണ് വേണ്ടത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ നാരദനെ വളരെയധികം ഭക്തിയോട് കൂടിയിട്ട് പൂജിച്ച് സൽക്കരിച്ച് നാരദൻ്റെ എല്ലാ വിഷമങ്ങളെയും മാറ്റിയിട്ട് പുത്ര എന്ന് വിളിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, പേടിക്കണ്ട കേട്ടോ, അങ്ങ് എന്നെ ഭജിച്ചോളൂ, ഞാൻ ഈശ്വരനാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള ഈശ്വരഭാവം. അപ്പോൾ നാരദനെ യാത്രയാക്കി എല്ലാ ദിക്കിലും ഇത് പറഞ്ഞു നടന്നു നാരദൻ. ആ നാരദനാണ് ഈ ജീവജാലങ്ങളെ ഭഗവാങ്കൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യൂ, ഇത് ചെയ്യൂ, മറ്റേ ചെയ്യരുത്, ചെയ്യരുതാത്ത ചെയ്യരുത് എന്ന് പറയണത് വെറുതെ പറയല്ല, അനുഭവിച്ചിട്ടാണ്, സ്വാനുഭവം കൊണ്ടാണ് അങ്ങനെ പറയണത്. കൃഷ്ണൻ എന്തൊക്കെ ഒരു ദിവസം ചെയ്യണു എന്നുള്ളതാണ് അടുത്ത അധ്യായത്തിൽ പറയണത്. രാത്രിയുടെ ഒരു യാമം കഴിഞ്ഞിട്ട് 2 യാമം ഉറക്കം, 4ാം യാമത്തിൽ ഉണരും, തന്നെ തന്നെ ധ്യാനിക്കും. കൃഷ്ണൻ മാത്രമല്ല തന്നെ തന്നെ ധ്യാനിക്കേണ്ടത്, നമ്മളൊക്കെ നമ്മിലുള്ള ജീവാത്മാവിനെയും പരമാത്മാവിനെയും സാക്ഷിയായിട്ടുള്ള അന്തര്യാമിയെ നമ്മൾ ധ്യാനിക്കുക തന്നെ വേണം. അപ്പം കണ്ടുപിടിക്കാൻ സാധിക്കും. യോഗികൾ അങ്ങനെ പറയുന്നുണ്ട്. പൂർവജന്മം കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ധ്യാനം ഞാൻ എന്നെ തന്നെ, എന്നിലുള്ള ഈശ്വരനെ, തുടക്കം അങ്ങനെയാണ്. അത് കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് ബിംബവൽക്കരണമൊക്കെ വേണ്ടു. കിട്ടിയ പിന്നെ ബിംബവൽക്കരണം വേണ്ടാന്ന് അത്രയ്ക്കുണ്ട്. കൃഷ്ണൻ തന്നെ തന്നെ ധ്യാനിക്കും. അത് കഴിഞ്ഞ് കുളിക്കും, സന്ധ്യാവന്ദനം, പിന്നെ സൂര്യ ദേവ പിതൃ മനുഷ്യ ഭൂത പഞ്ചയജ്ഞാദികൾ, പശുയജ്ഞാദികൾ, പശുദാനാദികൾ, പഞ്ചബ്രഹ്മ നമസ്കാരാദികൾ, പിന്നെ ഗണപതി, സൂര്യൻ, ശിവൻ, പാർവതി, വിഷ്ണു തുടങ്ങിയിട്ടുള്ള ഗുരു, ബ്രാഹ്മണ, മാതാപിതാ നമസ്കാരാദികൾ, പൂജാദികൾ, നല്ല വസ്തുക്കൾ കാണുക, തൊടുക, സ്വയം അലങ്കരിക്കുക, കല്ല്, നെല്ല്, പൊന്ന്, കത്തി, തീ, ചാണകം, ജലം, മഞ്ഞൾ, ചന്ദനം, എള്ളരച്ചത്, ഇങ്ങനെയൊക്കെ പിതൃ പ്രീതിയരായിട്ട് ബലിയൊക്കെ ചെയ്യുന്ന സമയത്ത്, ഉദയക്രിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട് ഒരു കേട്ടോ. എന്ന കൂട്ടത്തിൽ അതൊക്കെ എന്നും വേണമെന്നാ, അത് അപ്പം മാത്രമൊന്നും പോരാത്രേ. നമ്മളപ്പം മാത്രമേ ചെയ്യാറുള്ളൂ. ഉദയക്രിയ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പേടിയാണ്, ആരെങ്കിലും മരിച്ചാലാണല്ലോ അത് ചെയ്യുക എന്നൊക്കെ പറയും. അപ്പം അങ്ങനെയല്ല എന്നാണ്, അത് എന്നും വേണമെന്നാ. ഇതൊക്കെ നിത്യജീവിതത്തിൽ വേണേ. എള്ളില്ലാണ്ട് എങ്ങനെയാണ് പറ്റുക? നല്ലെണ്ണ ഇല്ലാണ്ട് എങ്ങനെയാണ് നമുക്ക് കഴിഞ്ഞുവിടാം? നല്ലെണ്ണ ഇല്ലെങ്കിലും കഴിഞ്ഞുവിടാം എന്ന് പറയണവരുണ്ടാവേയിരിക്കാം എന്നേ ഉള്ളൂ, നമുക്കൊന്നും പറ്റില്ല. കിളക്ക് വയ്ക്കാൻ നല്ലെണ്ണ വേണ്ടേ? ആഹാരത്തിനും എടുക്കാറുണ്ട്, ദോശ ഉണ്ടാക്കാനും ഒക്കെ എടുക്കാറുണ്ട്. ലൗകികമായിട്ട് കൂട്ടിച്ചേർക്കുക, അത്രയേ ഉള്ളൂ. തന്നോട് ബന്ധുത്വമുള്ളവരുടെ എല്ലാവിധ കാര്യങ്ങളും തന്നാൽ കഴിയുന്നത് മുഴുവൻ സഹായിക്കുക എന്നതൊരു നിയമമാക്കണമെന്ന് അത് ഭഗവാൻ ചെയ്യാറുണ്ട് എല്ലാ ദിവസവും. അതേപോലെ നിർബന്ധമായിട്ടും ദാനാദികളെ ചെയ്യും, അന്നദാനം പ്രത്യേകമായിട്ട് ചെയ്യും, എന്നിട്ടേ താൻ കഴിക്കുകയുള്ളൂ. അതിനൊക്കെ ശേഷമാണ് ദാരികൻ്റെ തേരിൽ സുധർമ്മയിൽ എത്തുക. എന്നിട്ട് കാര്യാലോചനകൾ ചെയ്യും, രാജകാര്യങ്ങൾ. അപ്പം അങ്ങനെ ഉഗ്രസേന മഹാരാജാവിനെ കൊണ്ട് ഭരിപ്പിക്കും. എന്താ സഹായം വേണ്ട വെച്ചാൽ അതൊക്കെ ചെയ്യും. അപ്പം താനും ശുദ്ധാവനുണ്ട്, താനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും ശുദ്ധമാക്കണമുണ്ട്. കർമ്മം ചെയ്യിക്കണു, കർമ്മത്തിൻ്റെ ഫലത്തെ കൊടുക്കണു. ഇത് സ്ഥിരം ചെയ്യുക. അപ്പം അങ്ങനെ സ്ഥിരം ചെയ്യുന്ന ആ കാര്യങ്ങളുടെ ഇടയ്ക്ക് ഒരു ദിവസം സഭയിൽ വെച്ചിട്ട് മാഗധ രാജ്യത്ത് നിന്നൊരു ദൂതൻ വന്നു. ജരാസന്ധൻ ദിഗ്വിജയത്തിൽ തോൽപ്പിച്ചതായിട്ടുള്ള രാജാക്കന്മാരൊക്കെ തുറുങ്കലുണ്ട്, അവരുടെ ദൂതന്മാരാണ്, അവരുടെ എല്ലാവരുടെയും ഒരു ദൂതൻ. അങ്ങനെയാണ്, അതും പത്നിമാർ പറഞ്ഞയച്ചതാന്ന് പ്രത്യേകം പറയുന്നുണ്ട്. രാജസൂയം ചെയ്തിട്ടുണ്ട്, പക്ഷെ രാജസൂയത്തിൻ്റെ വിധിയും മറ്റു കാര്യങ്ങൾക്കൊക്കെ ലേശം വ്യത്യാസമുണ്ട് എന്ന് പറയാറുണ്ട്. ജരാസന്ധൻ്റെ യാഗം ഒരു പ്രത്യേക രീതിയിലാണത്രേ. കാരണം ജരാസന്ധനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നാ. കുറച്ചൊരു കംസനെ പോലെയാണ്. കംസൻ രാജസൂയം ചെയ്തിട്ടുണ്ടോ വെച്ചാൽ അറിയില്ല, പറഞ്ഞിട്ടില്ല. പക്ഷെ മറ്റൊരു തരത്തിൽ കംസൻ ചെയ്തിട്ടുണ്ട്. രാജസൂയം അല്ലാതെ കണ്ട് തന്നെ ഏറ്റവും പ്രബലനായിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായിട്ട് അങ്ങോട്ട് ചെന്നിട്ടായാലും ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടായാലും തോൽപ്പിച്ച് വധിക്കാതെ വിടാം. ജരാസന്ധൻ എന്ത് കാട്ടി വെച്ചാൽ തോൽപ്പിക്കുകയും ചെയ്തു, എന്നിട്ട് കാരാഗ്രഹത്തിലിട്ടു.
അവരെയൊക്കെ വധിച്ചു കഴിഞ്ഞാൽ 21,000 രാജാക്കന്മാരെ വധിച്ചു കഴിഞ്ഞാൽ, വധിക്കുകയല്ല കേട്ടോ, ബലി കൊടുക്കുക ഭൈരവന്, കാലഭൈരവന്, അതായത് മഹാദേവന് ബലി കൊടുത്തു കഴിഞ്ഞാൽ ചക്രവർത്തി പദം കിട്ടും എന്നാണ് ആരോ പറഞ്ഞതാ. അതിനനുസരിച്ചാണ് അവിടെ ചെയ്യണത്. അതിൽ 20,800 രാജാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു അത്രേ കാരാഗൃഹത്തിൽ. അവർക്കുള്ള നിർദ്ദേശം എന്താ വെച്ചാൽ ഭക്ഷണം കൊടുക്കണം, മരിക്കാതിരിക്കാൻ, ആരോഗ്യം ഉണ്ടാവുമരുത്, യുദ്ധം ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടാവരുത്, ചിന്താശേഷി പോലും വളരാൻ പാടില്ല, അത്രയ്ക്ക് അങ്ങനെയാണ്. കുളിയില്ല, ഒന്നുമില്ല, അത്ര കഷ്ടമാണ് അവരുടെ കാര്യം. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് ഈ ഒരേപോലെ സന്ദേശം അയക്കുകയാണ്. അവരൊക്കെ തമ്മിൽ തല്ലിയൂടെ ഇരുന്നവരാ. ഒന്നിച്ചായി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് അവർ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ദൂതനെ പറഞ്ഞയക്കുകയാണ്. ആ ദൂതൻ ഇവിടെ വന്നിട്ട് ഭഗവാനെ നല്ലോണം സ്തുതിച്ചു. ഭഗവാനെ, ഞങ്ങൾക്ക് സംസാര ഭയം ആണ് ഏറ്റവും വലിയ പേടി. അപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പം ഞങ്ങളുള്ളത്. ഞങ്ങൾ അങ്ങയെ ആശ്രയിക്കണു. ഞങ്ങൾ പലതും സുഖിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ വിചാരിച്ചിട്ട് തമ്മിലുള്ള യുദ്ധം കാര്യങ്ങളൊക്കെ ഉണ്ടായ കാരണം കൊണ്ട് ഇപ്പോൾ ഇതാ ഞങ്ങൾ നശിക്കപ്പെട്ടിരിക്കണം. അങ്ങയുടെ അവതാരം ദുഷ്ടശിക്ഷ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്, സജ്ജന രക്ഷയാണ് അങ്ങയുടെ ഉദ്ദേശം. ഇപ്പം ഞങ്ങൾ സജ്ജനങ്ങളായിരിക്കണം. അപ്പോൾ ജരാസന്ധനാണ് ഇപ്പം ഞങ്ങളെ ശരിക്കും ദ്രോഹിക്കണത്. ഞങ്ങളുടെ കർമ്മഫലം കൊണ്ടാണ് ഇത് ഞങ്ങളിങ്ങനെ അനുഭവിക്കുന്നത്. അങ്ങ് ഞങ്ങളെ ഉപേക്ഷിക്കരുത്, രക്ഷിക്കണം. അങ്ങയെ മറന്ന് സുഖിച്ചു കഴിഞ്ഞതിൻ്റെ ശിക്ഷയാണ് ഇപ്പം ഞങ്ങൾ അനുഭവിക്കുന്നത്. ഈ യാതന സഹിക്കാൻ വയ്യ, അത്രയ്ക്കുണ്ട്. ഞങ്ങളുടെ ദുഃഖം അകറ്റി തരണേ. അങ്ങ് 17 വട്ടം ജരാസന്ധനെ തോൽപ്പിച്ചിട്ടുണ്ട്. ഒരു വട്ടം ജരാസന്ധൻ ജയിച്ചു എന്ന് പറയണുമുണ്ട്. അത് കാരണം ഇപ്പോൾ എത്രയോ അഹങ്കാരം വന്നിറക്കണമെന്ന് വെച്ചില്ല, കണ്ണ് കാണാണ്ട് ആയിട്ടുണ്ട് മതം വന്നിട്ട്. ഈ സിംഹം ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ പർവ്വത ഗുഹയിൽ ഇരുട്ടത്ത് ഞങ്ങളെ അടച്ചിട്ടിരിക്കുകയാണ്, തടവുകാരാണ്. ഞങ്ങൾക്ക് ഭക്ഷണം കൂടിയും കിട്ടണില്ല, കുളിയില്ല, അതൊന്നുമില്ല, ആഹാര നിഹാര വിഹാര നിദ്ര ഒന്നുമില്ല. പത്നിമാരവിടെ എങ്ങനെയാണ് കഴിയണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് നിശ്ചയില്ല. ഞങ്ങൾ ശരിക്കും കുടുങ്ങിയിരിക്കണം. രാജ്യം അനാഥാണോ അത് അറിയില്ല. ഞങ്ങളെ രക്ഷിക്കണം, ഇതാണ് ആവശ്യം. അപ്പോഴേക്കും നാരദൻ അവിടെ എത്തി. ഇതിങ്ങനെ പറഞ്ഞ് വായിച്ചു പൂർത്തിയായി, എത്രയായല്ലോ. അപ്പോഴേക്കും നാരദൻ എത്തി, നമസ്കരിച്ചു, പൂജിച്ചു. മഹർഷി എന്താ വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ലോക്യവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ലോകവിശേഷം എന്തൊക്കെയാണുള്ളത് പറയൂ. കൃഷ്ണൻ തന്നെ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. പാണ്ഡവർക്ക് സുഖമല്ലേ പ്രത്യേകം ചോദിച്ചു. അപ്പോഴേക്കും നാരദൻ ആ ഒരു ഭാവത്തിലേക്കാണ്ട് എത്തി ഭഗവാനെ നല്ലോണം സ്തുതിച്ചു. ഇവിടെ പരീക്ഷ കഴിഞ്ഞിട്ടാണ് വന്നിറക്കണതേ. പാണ്ഡവരുടെ ലോകത്ത് നിന്ന് യുധിഷ്ഠിരൻ്റെ ദൂതനായിട്ടാണ് വന്നിറക്കണത്. ഭഗവാനെ, അങ്ങ് സൃഷ്ടിയാദികൾ ചെയ്യണു, മായാനാഥനാണ്. ഞാൻ പലതവണ പലതും അനുഭവിച്ചതാണ്. ഞാൻ തന്നെ സാക്ഷിയാണ്. അങ്ങ് സാക്ഷിയായിട്ട് അന്തര്യാമിയായിട്ട് എല്ലാവരുടെ കാര്യങ്ങൾ അറിയണം. ഇതാ ഇപ്പോൾ പാണ്ഡവരുടെ ആഗ്രഹം അങ്ങേക്ക് അറിയാം. ഞാൻ ഇപ്പോൾ അവിടുന്നാണ് വരുന്നത്. പ്രപഞ്ചം സത്യമല്ല, പക്ഷേ അങ്ങയിലെ സത്യമായിട്ട് എല്ലാവരും കാണുന്നു, എല്ലാം കാണുന്നു, എല്ലാവർക്കും കാണും ചെയ്യാം. ഈ ജീവൻ്റെ ജീവനായിട്ടുള്ള അങ്ങ്, ജീവൻ്റെ ആശ്രയമായിട്ടുള്ള അങ്ങ് ലീല അവതാരങ്ങളെ കൊണ്ട് അത് പാലന കർമ്മത്തെ പൂർത്തിയാക്കണു. അങ്ങ് ചോദിച്ചത് കൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നാണ് വരുന്നത്. യുധിഷ്ഠിരന് രാജസൂയ യാഗം ചെയ്യാൻ ആഗ്രഹമുണ്ട്. അങ്ങയെ ഭജിക്കണമെന്ന് ആഗ്രഹിക്കണു. അതിനു വേണ്ടിയിട്ട് അങ്ങ് തന്നെ സഹായിക്കണം. അങ്ങ് അവിടെ ഉണ്ടെങ്കിൽ ദേവന്മാരവിടെ വരും. ദേവർഷിമാര്, ബ്രഹ്മർഷിമാര്, രാജർഷിമാര് ഒക്കെ വരും. അവരൊക്കെ എല്ലാ അർത്ഥത്തിലും അങ്ങയിലേക്ക് എത്തിച്ചേരും. രാജസൂയയാഗം അങ്ങ് സ്വീകരിക്കണമെന്ന് അതിൽ പങ്കെടുക്കുന്നവർക്ക് മുഴുവൻ മുക്തി കിട്ടാൻ വേണ്ടിയിട്ട്, ഈ സാത്വിക ഭാവത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട്, അങ്ങയുടെ കീർത്തി 3 ലോകത്തിലും എത്താൻ വേണ്ടിയിട്ട്, ഈ പാദതീർത്ഥം എപ്രകാരത്തിലാണോ ബ്രഹ്മാണ്ഡം മുഴുവൻ നിറഞ്ഞത്, അതേപോലെ അങ്ങ് രാജസൂയത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അങ്ങയുടെ ഈ കഥ, ആ ലീല, അത് എല്ലാവരാലും അറിയപ്പെടും. ആ പാദധൂളി എല്ലാവരും സ്വീകരിക്കണു. കഥ, പാദധൂളി, പാദതീർത്ഥം, ഋഷിമാരുടെ ഈ പാദസേവനം, ഭക്തന്മാരുടെ പാദസേവനം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്.
ഒക്കെ പാദത്തുമായിട്ട് ബന്ധപ്പെട്ടതാ. പാദധൂളിയായാലും ശരി, പാദതീർത്ഥായാലും ശരി, പാദഭക്തി ആയാലും ശരി. അതേപോലെ തന്നെ ഈ ഭക്ത അനുഗ്രഹമാകുന്ന കഥയായാലും ശരി, 4 കാര്യം അത് വളരെ പ്രധാനമാണ്. അത് എല്ലാവർക്കും അതിൻ്റെ ഗുണഫലത്തെ കിട്ടണു. യുധിഷ്ഠിരനും ഇത് ആഗ്രഹമുണ്ട്. അങ്ങ് രാജസൂയം ജയിച്ച് അത് ലോകഹിതത്തിനാക്കിയിട്ട് മാറ്റണം എന്ന് പ്രകാരം പറഞ്ഞു. അപ്പോൾ സഭയിൽ 2 കാര്യം ഒരേപോലെ ആവശ്യം വന്നപ്പോൾ ഏതാ ആദ്യം ചെയ്യേണ്ടത്, ഉദ്ധവ പറയൂ എന്നായി. ഉദ്ധവൻ എഴുന്നേറ്റു, ഭഗവാനെ തൊഴുതു, നമസ്കരിച്ചു, പറഞ്ഞു, അങ്ങ് അറിയാത്തതായിട്ട് യാതൊന്നുമില്ല, ഞാനായിട്ട് പറയേണ്ട കാര്യമില്ല. അങ്ങയുടെ യശസ് ഏതായാലും ഈ കാര്യം കൊണ്ട് ഉയരും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. എൻ്റെ അഭിപ്രായം അങ്ങ് പറഞ്ഞത് കൊണ്ട് എന്നെ കൊണ്ട് അങ്ങ് പറയിക്കുകയാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, ആദ്യം രാജസൂയാണ് വേണ്ടത്. രാജസൂയത്തിന് ദിഗ്വിജയ സമയത്ത് ജരാസന്ധനെ വധിക്കാൻ സാധിക്കും. ഈ 20,800 രാജാക്കന്മാരുടെ ഈ സന്ദേശം നമുക്ക് അവരെ രക്ഷിക്കലാകുന്ന ആ കാര്യത്തെ നടപ്പാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാ അർത്ഥത്തിലും രാജസൂയം ആദ്യം ചെയ്യുക. ആ സമയത്ത് ഈ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള ഭക്തന്മാരായി മാറിയതായിട്ടുള്ള രാജാക്കന്മാരെ രക്ഷിക്കുകയും ചെയ്യാം. ഇങ്ങനെ പറഞ്ഞപ്പോൾ 2 കാര്യം ഒരേപോലെ അവിടെ സമർത്ഥിക്കപ്പെട്ടു. എല്ലാവരും സാധു സാധു എന്ന് പറഞ്ഞ് അംഗീകരിച്ചു. ഉദ്ധവൻ പറയാണ്, ഈ രാജാക്കന്മാരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് രാജസൂയം യാഗം ചെയ്യുന്ന സമയത്ത് 2 തുല്യമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. രാജസൂയം ആദ്യം ചെയ്തു കഴിഞ്ഞാൽ കപ്പം വാങ്ങാം. അപ്പോൾ ജരാസന്ധനെ ജയിക്കണം. ആ ജരാസന്ധനെ ജയിക്കാൻ വേണ്ടിയിട്ട് 10,000 ആനകളുടെ ശക്തിയുള്ള ജരാസന്ധനെ ഭീമന് മാത്രമേ വധിക്കാൻ പറ്റൂ. 100 അക്ഷൗഹിണി സൈന്യമുണ്ട്. അത് മുഴുവൻ ഇതിലേക്ക് മുതൽക്കൂട്ടാം. ദ്വന്ദ്വയുദ്ധം കൊണ്ട് മാത്രമേ ഈ ജരാസന്ധനെ വധിക്കാൻ പറ്റുള്ളൂ. സൈന്യത്തെ ജയിക്കാൻ എളുപ്പമല്ല. ജരാസന്ധൻ ബ്രാഹ്മണ ഭക്തനാണ്. തേവാരം കഴിഞ്ഞ സമയത്ത് എന്ത് ചോദിച്ചാലും തരും. അതുകൊണ്ട് ഭീമൻ ബ്രാഹ്മണ വേഷത്തിൽ അവിടെ ചെന്ന് ദ്വന്ദ്വയുദ്ധം യാചിക്കട്ടെ. ഭീമൻ ആ ജരാസന്ധന് വധിക്കപ്പെടട്ടെ. അപ്പോൾ ഭഗവാനെ എപ്രകാരത്തിലാണോ ഈ ഭഗവാന്റെ ഇച്ഛയെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഉദ്ധവനെ കൊണ്ട് പറയിച്ചത്, അത് തന്നെ ഉദ്ധവൻ പറഞ്ഞു. അങ്ങയ്ക്കെല്ലാം അറിയാം, ഈ രാജാക്കന്മാർ തടവറയിൽ അവരുടെ പത്നിമാരെ ഗൃഹത്തിൽ അങ്ങയെ ഭജിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരെ സഹായിക്കാനാണ് അങ്ങയുടെ ഈ ലീല. ജരാസന്ധ വധവും നടക്കും, ഈ രാജാക്കന്മാരുടെ മുക്രിയും നടക്കും. ഇത് അറിയിച്ചോട് കൂടിയിട്ട് ഈ ദൂതനെ അയച്ച ആ ഒരു ലക്ഷ്യമുണ്ടല്ലോ, അത് നടന്നു. ആ സ്ത്രീകൾ രക്ഷപ്പെട്ടു. ഈ രാജാക്കന്മാർ മോചിതരായി എന്നുള്ളത് ഉറപ്പിച്ചു എന്നാണ്. ഗോപികളെ ഗുഹയിലിട്ടടച്ച ശംഖചൂടനെ കൊന്ന അങ്ങയെ അവരിതാ സ്തുതിക്കുന്നു. ഗജേന്ദ്രന് മോക്ഷം കൊടുത്തതായിട്ടുള്ള അങ്ങയെ, രാവണനെ കൊന്ന സീതയെ മോചിപ്പിച്ചതായിട്ടുള്ള അങ്ങയെ, കംസനെ കൊന്ന അച്ഛനമ്മമാരെ മോചിപ്പിച്ച പോലെ അങ്ങ് ഈ 20,800 രാജാക്കന്മാരെയും മോചിപ്പിക്കണം. ആദ്യം രാജസൂയം, അതിന് ഹസ്തിനാപുരത്തിലേക്ക് അങ്ങ് പോകണം. എല്ലാവരും കൂടിയിട്ട് പോകണം. അപ്പോഴേത് കേമാവുള്ളതുകൊണ്ടാണ്. ദൂതനോട് ആ വിവരമൊക്കെ ഭഗവാൻ തന്നെ പറഞ്ഞു. നാരദൻ യാത്രയായി. ദൂതൻ യാത്രയായി. ഉഗ്രസേന മഹാരാജാവിന് കപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഒരു നിർദ്ദേശമാണ്. കാരണം ഭഗവാനെ ജയിക്കുക എന്നുള്ളത് സാധ്യമല്ല. അപ്പം അതുകൊണ്ട് ഈ യാദവ അല്ലെങ്കിൽ ദ്വാരകയിൽ നിന്നുള്ള കപ്പം ഭഗവാൻ തന്നെ കൊണ്ടുപോവുക. അത് ഉഗ്രസേനൻ തന്നിട്ട് വേണം കൊണ്ടുപോകാൻ. കൃഷ്ണന് കൊണ്ടുപോകാൻ പറ്റാനായിട്ടല്ല. പക്ഷേ അത് നിയമം അങ്ങനെയാണ്. അപ്പോൾ ആ നിയമത്തിനനുസരിച്ച് ബലരാമനെയും അതേപോലെ ഈ ഉഗ്രസേന രാജാവിനെയും സന്തോഷിപ്പിച്ചുകൊണ്ട് കപ്പം വാങ്ങി. എന്നിട്ട് ദ്വാരക രക്ഷിക്കാൻ വേണ്ടി ബലരാമനെയും അതേപോലെ ഉഗ്രസേന രാജാവിനെ ഏൽപ്പിച്ചു. അതിന് കഴിഞ്ഞ് 16,108 പത്നിമാരും പുത്രന്മാരും പൗത്രന്മാരും തുടങ്ങി ഭഗവാന്റെ കുടുംബം മുഴുവൻ ഒന്നിച്ച ദാസിമാരുണ്ട്. 18 മാസം ജീവിക്കാൻ വേണ്ടത് എന്തൊക്കെയോ ഈ ദ്വാരകയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. എന്നും പുത്തൻ മാത്രമേ ഉടുക്കുള്ളൂ. അവരുടെ മുതൽ മാത്രമേ അവർ എടുക്കുള്ളൂ. അങ്ങനെയൊക്കെ ചില പ്രത്യേകത ഉണ്ട്. അപ്പോൾ പോണ വഴിക്കൊക്കെ ഈ മണ്ണ് വെതറി എന്തൊക്കെയാണ് വേണ്ട വെച്ചാൽ അതൊക്കെ വേണത്രേ. അതേപോലെ അവിടെ ചെന്നാൽ താമസിക്കാനുള്ള ആഹാരം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ കൃഷ്ണൻ്റെ മുതലിനേ പാടുള്ളൂ. അതൊക്കെ ചില കാരണം അത് ഗോലോകത്ത് നിന്ന് വന്നതാണ്, അല്ലെങ്കിൽ വൈകുണ്ഠത്ത് നിന്ന് വന്നതാണ്. അവർക്ക് മറ്റുള്ളവരെ സ്വീകരിക്കാൻ പറ്റില്ല. കൊടുക്കണുണ്ട്, എല്ലാവരും കാഴ്ചയൊക്കെ കൊടുക്കണ്ടില്ല എന്ന് പറയില്ല. അതൊന്നും ഭഗവാൻ എടുക്കില്ല. അതൊക്കെ പാണ്ഡവർക്ക് കൊടുക്കും, അത്രയേ ഉള്ളൂ. ഭഗവാൻ ഭൂമിയിലുള്ളവർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. ഇതൊക്കെ അവിടുന്ന് വന്നവരായതുകൊണ്ട് അവിടെ വൈകുണ്ഠത്തിലൊരു നുള്ളു മണ്ണാണ് ദ്വാരക.
ആ ഒരു നുള്ളു മണ്ണാണ് ഈ 9 ലക്ഷം കൊട്ടാരത്തോട് കൂടിയിട്ട് 100 യോജന വിസ്താരത്തിൽ കടലിൻ്റെ നടുക്കിൽ നിൽക്കുന്നത്. അതിനുള്ളിൽ എത്തിപ്പെട്ടതായിട്ടുള്ള ഈ ദേവകൾ മുഴുവൻ അവരുടേത് മാത്രമേ സ്വീകരിക്കുള്ളൂ. അവിടെ വിശപ്പില്ല, ദാഹമില്ല, അതല്ലെങ്കിൽ മറ്റൊന്നുമില്ല. അവിടെ ദുഃഖാദികളൊന്നുമില്ല, വൈകുണ്ഠം തന്നെയാണ്. അപ്പോൾ അവിടെ കാണുമ്പോൾ ചിത്രത്തിൽ കാണുമ്പോഴോ കഥ പറയുമ്പോഴോ ഒക്കെ അവിടെ പലതും ഒക്കെ നറുക്കുണ്ടാവും. ബ്രാഹ്മണന്റെ സന്താനഗോപാലൻ കഥയൊക്കെ അവിടെ നറുക്കുണ്ടാകുന്ന അവിടെ വിഷയമല്ല. അത് അർജുനനെ ഒന്ന് ഭ്രമിപ്പിക്കാനും സാത്വിക ഭാവത്തിലേക്ക് എത്തിക്കാനും കൃഷ്ണൻ ചെയ്തിട്ടുള്ള ഒരു ലീലയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പാണ്ഡവരുടെ അവിടത്തേക്ക് പോകുമ്പോൾ എല്ലാ വിഭവങ്ങളും കൊണ്ടുപോകുന്നു എന്നിവിടെ കാണിക്കുകയാണ്. രുക്മിണി തൊട്ടുള്ള 16,108 പത്നിമാർക്കും പുത്രന്മാർക്കും പൗത്രന്മാർക്കും അവരുടെ പത്നിമാർക്കും അവരുടെ കുട്ടികൾക്കും ഒക്കെ ഉള്ളത് ഇവിടുന്ന് കൊണ്ടുപോകണം. അപ്പോൾ എത്ര വലിയൊരു കൊണ്ടുപോകലുണ്ടാവും. പക്ഷേ ഇതൊക്കെ ഭഗവാൻ എങ്ങനെയാ വെച്ചാൽ ഈ കംപ്രസർ ഏർപ്പാടുണ്ട്. ഒരു നുള്ളു മണ്ണാണ് ഈ 100 യോജന വിസ്താരത്തിലുള്ള ഭൂമിയെങ്കിൽ, ദ്വാരകയായിട്ട് മാറിയതെങ്കിൽ, ഭഗവാൻ അതിൻ്റെ ഒരു തിരി വിഭവം ഒരു 1.5 കൊല്ലം അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ ഈ വണ്ടിയും വേണ്ട, പെട്ടിയും വേണ്ട. ഭഗവാൻ അത് കൊണ്ടുപോകാൻ അറിയാം. അപ്പോൾ എങ്ങനെ കൊണ്ടുപോയി ചോദിക്കരുത്, കൊണ്ടുപോയി. താൽക്കാലികമായിട്ട് കാണുമ്പോൾ കുറേ വണ്ടികളുണ്ട്, പെട്ടികളുണ്ട്, സൈന്യങ്ങളുണ്ട്, മറ്റേ ദാസന്മാരുണ്ട്, ദാസികളുണ്ട്, വിഭവ സമൃദ്ധം, അങ്ങനെയാണ് അത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഘോഷയാത്രയ്ക്ക് പ്രത്യേക കര കവിഞ്ഞൊഴുകുന്നതായിട്ടുള്ള നദി പോലെ സൈന്യങ്ങളോട് കൂടിയിട്ട് അവിടെ യുധിഷ്ഠിര രാജാവിൻ്റെ അടുത്ത് എത്തി. അതീവ സന്തോഷത്തോട് കൂടിയിട്ട് അവിടെ മർത്യഭാവത്തിൽ ഈശ്വരനെ സ്വീകരിച്ചു. ഈശ്വരഭാവത്തിലല്ലാണ്ട് മർത്യഭാവത്തിൽ ഭഗവാൻ സ്വീകരണം ഏൽക്കുകയും ചെയ്തു. അങ്ങനെയാണ്. ഏതായാലും സുഹൃത്താണ്, ബന്ധുവാണ്, രക്ഷകനാണ്, ഈശ്വരനാണ്. ആ രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് സ്വീകരിച്ചു, പുകഴ്ത്തി, വന്ദിച്ചു, പൂജിച്ചു. അങ്ങനെയല്ലേ? ആലിംഗനം, നമസ്കാരം പ്രായത്തിനനുസരിച്ച് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ട്. കാലികഴുകെ അതേപോലെ തന്നെ ഈ പോകുന്ന വഴിക്ക് എല്ലാവരും പലതും കൊടുത്തു, അത് സ്വീകരിച്ചു. ഭഗവാൻ അങ്ങോട്ട് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു. ഇങ്ങനെ സ്ത്രീകളൊക്കെ മട്ടുപ്പാവിലിരുന്നിട്ട് വേണ്ട പോലെ എല്ലാം കാണുന്നു, പരസ്പരം പറയണു, അനുഗ്രഹിക്കണു. കൃഷ്ണൻ ഈ രാത്രിയിലെ പൗർണമി ചന്ദ്രൻ പോലെയാണ് എന്നെല്ലാം പറഞ്ഞ് സ്തുതിക്കുന്നു. അതേപോലെ അതിശോഭയുള്ളതായിട്ടുള്ള ഈ നക്ഷത്രം, സൂര്യനെ പോലെ പകല് കാണുന്നതായിട്ടുള്ള നക്ഷത്രം, അങ്ങനെയല്ലേ? ഗൃഹനാഥൻ, കുടുംബനാഥൻ, വിരാട് സ്വരൂപിയാണ്, മറ്റേ പ്രപഞ്ചനാഥനാണ്. ഇതൊക്കെ ചെയ്യുന്നയാളാണ്, സൃഷ്ടിയാദികൾ ചെയ്യുന്നയാളാണ്. ഇങ്ങനെ കൃഷ്ണനെ കിട്ടിയതായിട്ടുള്ള കൃഷ്ണപത്നിമാരുടെ ഒരു ഭാഗ്യത്തെ പ്രത്യേകം പുകഴ്ത്തി, ഗോപികമാരെ പുകഴ്ത്തി, കുന്തിയെ ബന്ധുത്വം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണു. അങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിലെത്തി കുന്തിയെ കണ്ടു, നമസ്കരിച്ചു. യുധിഷ്ഠിരൻ ആകെ പാടെ പരിഭ്രമിച്ചു. കൃഷ്ണൻ ഇങ്ങനെ വരും വിചാരിച്ചില്ല, പൂജിക്കാൻ തന്നെ മറന്നു. കൃഷ്ണന് വന്നിട്ടുള്ള ആ സന്തോഷം കൊണ്ടേ അപ്പോൾ പൂജിക്കാൻ തന്നെ മറന്നു. എല്ലാവർക്കും സമാധാനമായി. പാഞ്ചാലി വേണ്ടവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുകയും ചെയ്തു. പ്രത്യേകം വാസസ്ഥലം, കുറേ ദിവസം സുഖിച്ച് അവിടെ താമസിച്ചു. കുന്തി ചോദിച്ചു, പൂജിച്ചില്ലേ ചോദിച്ചു. ഞാൻ പൂജ മറന്നു. അങ്ങനെ പൂജിക്കുകയും ചെയ്തു. അങ്ങനെ യുധിഷ്ഠിരൻ കുറച്ച് ദിവസം അവിടെ ഇങ്ങനെ താമസിപ്പിച്ചു. കൃഷ്ണനുണ്ട്, ഋഷികളുണ്ട്, ജനങ്ങളുണ്ട്, മന്ത്രിമാരുണ്ട്, വലിയ സദസ്സാണ്. ഈ ഇന്ദ്രപ്രസ്ഥ സഭ നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം യുധിഷ്ഠിരൻ പറയുകയാണ്, യുധിഷ്ഠിര വിതർക്കം എന്ന് അതിന് പറയാം. ശ്രീകൃഷ്ണനെ സംബോധന ചെയ്തു. എനിക്ക് രാജസൂയം ചെയ്യണം, അങ്ങയെ ഭജിക്കണം, അങ്ങനെ മോഹമുണ്ട്, അത് നടത്തി തരണം എന്ന് പറഞ്ഞു. അങ്ങയെ സേവിച്ചാൽ ഈ ജനങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും തീരും, സംസാരം തീരും. സകാമനാണെങ്കിൽ പോലും അത് മുക്തിക്ക് കാരണമായി തീരും. അങ്ങയെ ഭജിച്ചു കഴിഞ്ഞാൽ എന്തും സാധിക്കും. അത് രാജസൂയത്തിലൂടെ കാണിച്ചു കൊടുക്കണമെന്ന ആഗ്രഹമുണ്ട് ഈ ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട്. അതിന് അങ്ങയുടെ എല്ലാ അനുഗ്രഹങ്ങളും പങ്കാളിത്തവും വേണം. അങ്ങയെ മറന്നു കഴിഞ്ഞാൽ ജീവിതം നഷ്ടാവും, രാജ്യം നഷ്ടാവും, ഭോഗം നഷ്ടാവും, ഇഹസുഖല്യ, മുക്തിയും കിട്ടില്ല. അങ്ങനെ ഭഗവാനെ സന്തോഷിപ്പിക്കാനുള്ള സ്തുതിയൊക്കെ പറഞ്ഞു. രാജസൂയം നടത്തി തരണം എന്നുള്ളത് ആവശ്യപ്പെട്ടു. ഭഗവാൻ പറഞ്ഞു, രാജാവേ, യുധിഷ്ഠിര രാജാവിനോട് രാജാവേ എന്നാ പറഞ്ഞ്, ഏട്ടാന്നല്ല. നല്ല അഭിപ്രായം തന്നെയാണ്, ചക്രവർത്തിയാണല്ലോ. ഇപ്പോൾ എല്ലാ രാജാക്കന്മാരെയും ജയിക്കണം, കപ്പം വാങ്ങണം, സന്ധി ചെയ്യണം. തുല്യരോട് സന്ധി അങ്ങനെയുണ്ട്. അതായത് യുദ്ധം വേണ്ട, അവർ സന്ധി ചെയ്ത് കഴിഞ്ഞാൽ ഒപ്പം നിന്നോളും. അങ്ങനെയുള്ള രീതിയിൽ സന്ധിയാണ്. എന്നാൽ മീതിയാണ് ഈ നിസാനം, അങ്ങനെയാണ്. അതേപോലെ കാർന്നമാരായിട്ടുള്ള അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ സന്ധിയാണ് നല്ലത്, അങ്ങനെയാണ്.
സഹോദരന്മാരെയൊക്കെ ദിഗ്വിജയത്തിനൊക്കെ പറഞ്ഞയച്ചോളൂ. ലോകപാലരെയൊക്കെ ജയിച്ചു വന്നോട്ടെ. ലോകപാലന്മാരുടെ പുത്രരായിട്ടുള്ള നിങ്ങൾക്ക് അതെല്ലാം ചെയ്യാൻ സാധിക്കും ചെയ്യും. എന്നെ ജയിക്കാൻ ഭക്തി കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഉഗ്രസേന മഹാരാജാവിൻ്റെ കപ്പം ഞാൻ തരണു. എന്നെ നിങ്ങൾ ജയിച്ചിരിക്കണു. എന്നെ ആശ്രയിച്ചതിനാൽ ദേവന്മാർക്കും നിങ്ങളെ ഇനി ജയിക്കാനാവില്ല. അതുകൊണ്ട് ഇതാ എന്ന് പറഞ്ഞ് കപ്പം കൊടുത്തു. അതിനുശേഷം തെക്കോട്ട് ഒരു സൈന്യം സഹദേവനോട് കൂടിയിട്ട് വിട്ടു. വടക്കോട്ട് ഒരു സൈന്യം അർജുനനോട് കൂടിയിട്ട് വിട്ടു. കിഴക്കോട്ട് ഒരു സൈന്യം ഭീമനോട് കൂടിയിട്ട് വിട്ടു. പടിഞ്ഞാട്ട് ഒരു സൈന്യം നകുലനോട് കൂടിയിട്ട് വിട്ടു. അവരൊക്കെ പോയി എല്ലാവരെയും ജയിച്ചു. ധനം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. എല്ലാവരെയും തോൽപ്പിച്ചു. കിരീടമൊക്കെ ഇവിടെ എത്തിച്ചു. ജരാസന്ധനെ വധിക്കാൻ സാധിച്ചിട്ടില്ല, ജയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സഭയിൽ ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഉദ്ധവനെ വിളിച്ചു പറഞ്ഞു. യുധിഷ്ഠിരനെ കേൾപ്പിച്ചു. കൃഷ്ണൻ, അർജുനൻ, ഭീമൻ ഇവര് ബ്രാഹ്മണ വേഷം കെട്ടിയിട്ട് മഗധയിൽ പോകണം എന്ന് ഉദ്ധവനെ കൊണ്ട് പറയിച്ചു. സഭയിൽ അത് അംഗീകരിച്ചു. അങ്ങനെ അവർ 3 പേരും മഗധ രാജ്യത്തേക്ക് ബ്രാഹ്മണ വേഷത്തിൽ യാത്രയായി. അവിടെ ചെന്നു. എന്നിട്ട് ജരാസന്ധനെ കണ്ടു. തേവാരം കഴിഞ്ഞുള്ള സമയമാണ്. രാജാവേ, ഞങ്ങൾക്ക് ദാനം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ സഹനശീലര് എല്ലാ കാര്യങ്ങളും സഹിക്കും. ദുർജനം എന്തും ചെയ്യും. ദാനികൾ എല്ലാം കൊടുക്കും. സമഭാവന ഉള്ളവർക്ക് തുല്യത അത് കൊടുക്കാൻ പറ്റും, സ്വീകരിക്കാൻ പറ്റും. ജരാസന്ധനെ ഇങ്ങനെ പുകഴ്ത്തിയിട്ട് ജരാസന്ധൻ്റേതായിട്ടുള്ള ചില സഹനശക്തി, ക്ഷമാശക്തി, തിതിക്ഷാഭാവം അതൊക്കെ നല്ലോണം ഒന്ന് പുകഴ്ത്തി. അതൊക്കെ ചില ഉദ്ദേശം ഉണ്ടാവണ്ട. നശ്വരമായിട്ടുള്ള ഈ ശരീരം കൊണ്ട് കീർത്തി മാത്രമേ സമ്പാദിക്കാൻ സാധിക്കുള്ളൂ. ഹരിശ്ചന്ദ്രനായാലും നന്ദിദേവനായാലും ശിബിയായാലും ഒക്കെ യശസ്സാണ് നേടിയത്. അപ്പോൾ നല്ലോണം സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ഇതിലെന്തോ ഒരു കളങ്കം ഇങ്ങനെ ജരാസന്ധന് തോന്നാൻ തുടങ്ങി. നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ. അപ്പോൾ ജരാസന്ധനൊരു ശബ്ദം കേട്ടപ്പോൾ ഒരു പരിചയം തോന്നി. കയ്യിൽ ഞാൻതഴമ്പ് ഒക്കെ കാണാറുണ്ട്. ബ്രാഹ്മണ വേഷത്തിലാണ് 3 പേരും. അപ്പോൾ ഇവർ ക്ഷത്രിയരാവാനാ സാധ്യത. കാര്യസാധ്യത്തിനാണ്. എന്തായാലും വേഷം കെട്ടിയിട്ടാണ് വന്നിറക്കണത്. അതുകൊണ്ട് ഇപ്പം എന്നോട് എന്ത് ചോദിച്ചാൽ ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ വിഷ്ണുവിന് ഈ മഹാബലി എല്ലാം കൊടുത്തിട്ട് യശസ് നേടിയില്ലേ, സർവ പാപവും തീർന്നില്ലേ, അതേപോലെ തന്നെ ഞാനും കീർത്തി നേടും എന്ന് ഉറപ്പിച്ചിട്ടാണ് ഈ തരാം എന്ന് പറഞ്ഞത്. ജരാസന്ധൻ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് തരാം. എന്താ ചോദിച്ചത്? ഞങ്ങൾക്ക് ദാനം വേണം. എന്താന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ തല തന്നെ തന്നോളാം, എന്താ വേണ്ടച്ചാ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു അത് പറ്റില്ല, സത്യം ചെയ്യണം, എന്നിട്ടേ ഞങ്ങൾ ദാനത്തിൻ്റെ കാര്യം പറയുള്ളൂ എന്ന് പറഞ്ഞു. ശരി, തന്നോളാം, സത്യം. എന്നാൽ ഞങ്ങൾക്ക് ദ്വന്ദ്വയുദ്ധം മതി, ഞങ്ങൾ ഉണ്ണാൻ വന്നവരല്ല. ഇത് പാണ്ഡവരിലെ മധ്യമനായിട്ടുള്ള അർജുനനാണ്. ഭീമനെ ചൂണ്ടിയിട്ട് ഇത് ഏട്ടനായിട്ടുള്ള ഭീമനാണ്, ഞാൻ അങ്ങയുടെ ശത്രുവായിട്ടുള്ള കൃഷ്ണനാണ് എന്ന് പറഞ്ഞു. ഇതോടു കൂടിയിട്ട് ജരാസന്ധൻ ഒന്ന് അട്ടഹസിച്ചു. ഒരു കളിയാക്കിയ ചിരി, ഒരു ഹാസായ ചിരി, ഒരു ഭീരുവായിട്ടുള്ള ചിരി. ആ ചിരിയുടെ അർത്ഥം എത്രയാ ചോദിച്ചാൽ നിശ്ചല അത്രയും കൂടുതൽ അർത്ഥങ്ങളുണ്ട് ആ ചിരിക്ക്. ഏതായാലും ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നീയൊരു ഭീരുവാണ് കൃഷ്ണ. എന്നെ കണ്ട് ഒളിച്ചോടി. നിനക്ക് ഞാൻ ഒന്നുമല്ല. അതായത് നിന്നെ എനിക്ക് ജയിക്കുക എന്നുള്ളത് നിഷ്പ്രയാസമാണ്. ആ നിലയ്ക്കാണ്. അർജുനൻ കുട്ടിയാണ്, ഭീമൻ എൻ്റെ തുല്യനാണ്. അതുകൊണ്ട് മറ്റ് 2 പേരെയും ഞാൻ ഉപേക്ഷിക്കുകയാണ്. ഭീമനോട് വേണച്ചാൽ ദ്വന്ദ്വയുദ്ധാവ. സമ്മതാണോ ചോദിച്ചു. സമ്മതാണ്. അതിന് തന്നെയാണ് വന്നതേ. അപ്പോൾ ഏറ്റവും നല്ലതായിട്ടുള്ള ഗതകൾ സൂക്ഷിച്ച ആയുധപ്പെരയിലേക്ക് ചെന്നു. ഒരു ഗത എടുത്തു കൊടുത്തു. ഭീമന് സ്വതന്ത്രമായിട്ട് എടുക്കാം, ഏത് വേണിച്ചെടുക്കാം. ഏതായാലും ഏറ്റവും നല്ല ഗത ഭീമൻ്റെ. അതേപോലെ തന്നെ അതിന് തുല്യമായിട്ടുള്ളൊരു ഗത ഈ ജരാസന്ധൻ്റെ. 2 പേരും കൂടിയിട്ട് ഈ യുദ്ധം ചെയ്യാനൊരു മല്ല രംഗമൊക്കെ ഉണ്ട്. അവിടേക്ക് എത്തി. ഗംഭീരമായിട്ടുള്ള യുദ്ധം, ദിവസേന യുദ്ധം, പകല യുദ്ധം, രാത്രി ഒരുമിച്ച് ആഹാരം തൊട്ടുള്ള സകല കാര്യങ്ങൾ, കുളി ഊണൊക്കെ ഒപ്പ, ഉറക്കം, കുളി ഊണ ഉറക്കം അതൊക്കെ ഒപ്പ. ഇങ്ങനെ 27 ദിവസം യുദ്ധം ചെയ്തു. ഭീമന് സാമാന്യത്തിലധികം പരിക്ക് പറ്റി.
ജയിച്ചുമില്ല, രണ്ടുപേരും ജയിച്ചില്ല, രണ്ടുപേരും തോറ്റുമില്ല. അങ്ങനെ 27ാമത്തെ ദിവസം ഭീമൻ ഭഗവാന്റെ അടുത്ത് കിടന്നിട്ട് പറഞ്ഞു, ജരാസന്ധനെ ജയിക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നണില്ല, എന്നെ അനുഗ്രഹിക്കണം, സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, പേടിക്കണ്ട, ഒന്ന് തൊട്ട് തലോടി ഊർജം കൊടുത്തു, നാളെ യുദ്ധത്തിൽ വേണ്ടതൊക്കെ ശരിയാവും എന്ന് പറഞ്ഞു, ജയിക്കും ചെയ്യും എന്നും പറഞ്ഞു. അങ്ങനെ 28ാമത്തെ യുദ്ധം പകലെ നല്ല ഉത്സാഹത്തോട് കൂടിയിട്ടാണ് യുദ്ധം. കുറേ നേരം യുദ്ധം ചെയ്തു കേട്ടോ. ഭീമൻ കുറച്ചായിട്ട് ക്ഷീണിക്കാൻ തുടങ്ങി, തോൽക്കുമോ എന്നുള്ള സംശയത്തിലെത്തി. അപ്പോൾ കൃഷ്ണനെ നോക്കി, ഇതെന്താ അത് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ കൃഷ്ണൻ ഒരു കമ്പെടുത്തിട്ട് അതങ്ങോട്ട് കീറിയിട്ട് വേറെ ആക്കിയിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഒരു അടയാളം മനസ്സിലായി. അതുകൊണ്ട് ഭീമസേനൻ ഈ ജരാസന്ധൻ്റെ കാലിൽ ചവിട്ടിയിട്ട് മറ്റേ കാലം അങ്ങോട്ട് പൊന്തിച്ചു, അങ്ങോട്ട് ചീന്തിയപ്പോൾ ഈ ഉടലിൻ്റെ നേർപകുതിയായിട്ട് അത് മാറ്റപ്പെട്ടു. അപ്പോൾ അതിനാണ്ട് വലിച്ചെറിഞ്ഞു. പക്ഷേ അത് വീണ്ടും യുദ്ധത്തിന് വന്നു. അപ്പോൾ കൃഷ്ണനെ നോക്കിയപ്പോൾ കൃഷ്ണൻ വീണ്ടും ഒരു കോലെടുത്തിട്ട് കീറിയിട്ട് ഇടത്തോട്ടും വലത്തോട്ടും ഇട്ടു, വിപരീത ദിശയിലേക്ക് ഇട്ടു. അപ്പോൾ ഭീമൻ അതേപോലെ തന്നെ വീണ്ടും ജരാസന്ധനെ രണ്ടായിട്ട് കീറിയിട്ട് വലത്തെ കാല് ഇടത്ത് ഭാഗത്തേക്ക് വിട്ടു, ഇടത്തെ കാല് വലത്തെ ഭാഗത്തേക്ക് വിട്ടു. കാല് പിടിച്ചിട്ട് എറിയാണ്ടായത്. അപ്പോൾ രണ്ട് ദേഹവും രണ്ട് ഭാഗത്ത് നിന്ന് വീണപ്പോൾ അതിന് കൂടാൻ പറ്റാണ്ടേ, പിന്നെ തമ്മിൽ കൂടിയില്ല. അതുകൊണ്ട് ജരാസന്ധനെ വധിച്ചു. അങ്ങനെ യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിധി വന്നു എന്നുള്ളത് കഥയായിട്ട് പറയുകയാണ്. ഈ ബൃഹദ്രഥൻ എന്ന ആ രാജാവിന് 2 ഭാര്യമാർ, സന്താനങ്ങളില്ല. അപ്പോൾ ഒരു മുനി വന്നിട്ട് ഒരു പഴം കൊടുക്കുകയാണ്. ഈ യാഗം എന്താ മറ്റേ പുത്രകാമേഷ്ടം എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, എന്തോ ആയിക്കോട്ടെ. ഏതായാലും ഒരു മുനി വന്നിട്ട് ഈ പഴം കൊടുത്തു. പഴം കൊടുത്തപ്പോൾ ഭർത്താവ് ഭാര്യമാർക്ക് കൊടുത്തു. ബൃഹദ്രഥ രാജാവ് തൻ്റെ പത്നിമാർക്ക് കൊടുത്തു. പത്നിമാരത് ആ പഴം പകുതിയാക്കിയിട്ട് 2 പേരും കഴിച്ചു. 2 പേരും ഗർഭം ധരിച്ചു, പ്രസവിച്ചു. 2 പേരും ഈ പകുതി ഉടലായിട്ടാണ് പ്രസവിച്ചത്, ജീവല്ല. അപ്പോൾ രാജാവിന് സങ്കടമായി, പത്നിമാർക്ക് സങ്കടമായി. ഏതായാലും അതിനെ കളഞ്ഞോളൂ എന്ന് പറഞ്ഞു സൈന്യത്തിൻ്റെ അടുത്ത് കൊടുത്തയച്ചു. രാത്രി ആരായാലും ആയിക്കോട്ടെ, എന്തായാലും കൊണ്ടുപോയി. വനദേവതയുണ്ട് അവിടെ, ജര എന്ന് പേരായിട്ട്. ഈ ഉദ്യാനമുണ്ട്, ഉപവനമുണ്ട്, അത് കഴിഞ്ഞിട്ട് വനം, അങ്ങനെ കൊടുങ്കാട്ടിലാണ്. ആ കാട്ടിൽ ഈ ശവശരീരങ്ങളെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തയച്ചു. അവിടെ ഈ ജര എന്നുള്ള വനദേവത ഉള്ള സ്ഥലത്താണ് അത് കൊണ്ടുപോയിട്ട് ഇട്ടത്. ജര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാലോ, രാക്ഷസീയ വേഷത്തിലൊക്കെയാണ്. അങ്ങനെയൊക്കെ പലതും ഉണ്ട് അവിടെ. ദേവതയായതുകൊണ്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല കൗതുകം തോന്നി, 2 കൂടി കൂട്ടിച്ചേർത്തു. രാജാവിൻ്റെ മകനാണെന്ന് മനസ്സിലായി. പിന്നെ ഈ മുനി യതി കൊടുത്തതല്ലേ, അപ്പോൾ അതിൻ്റെ ഫലങ്ങൾ അവിടെ കാണിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജീവ എന്ന് പറഞ്ഞു. ആ ഉണ്ണി ജീവിച്ചു. ഇനി ഇത് വേർപ്പെടുത്തിയാലേ മരിക്കുള്ളൂ എന്നും അനുഗ്രഹിച്ചു. ആ ദേവത തന്നെ ഈ പുത്രനെ ജീവിപ്പിച്ചതായിട്ടുള്ള ആ പുത്രനെ കൊണ്ടുവന്ന് കൊടുത്തു. ബൃഹദ്രഥന് വലിയ സന്തോഷമായി. മഹാകേമനായിട്ട് വരട്ടോ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഉണ്ണി ഇവിടെ വളർന്നു, രാജസൂയം വരെ ചെയ്തു എന്ന് സാരം. തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല, ഇങ്ങനെ വേർപ്പെടുത്തിയാൽ മാത്രമേ പറ്റുള്ളൂ. ദുഷ്ടത കാരണം കൊണ്ടാണ് മുക്തി കിട്ടാഞ്ഞത്. അതല്ലെങ്കിൽ സ്വതേ മുക്തിക്കും കൂടി അർഹത കിട്ടിയായിരുന്നു. ഈ രാജാവിൻ്റേതായിട്ടുള്ള ഈ ഫലം അത് നന്നായിട്ടാണ് വന്നേർന്നത് എങ്കിൽ മുക്തിക്ക് അർഹത കിട്ടിയായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല, ചീത്ത കാര്യങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ. വലിയൊരു സംഘാടകനാണ്, പേടിപ്പിച്ചിട്ട് എല്ലാവരെയും സൈന്യത്തിലേക്ക് ചേർക്കാണ്ടായത്. അതുകൊണ്ടാണ് 100 അക്ഷൗഹിണി സേന എന്നും ആ രാജ്യത്തുണ്ടായിരുന്നു എന്നാണ്. രാജാവായിട്ട് ഇരിക്കൽ പോലും വേഷം കെട്ടൽ പോലും ഇല്ലാത്രേ. സദാസമയത്തും യുദ്ധരംഗത്താണ്, യുദ്ധക്കളത്തിലാണ്, മല്ലരംഗത്താണ്. തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും പിടിച്ചു കൊണ്ടുവരും. അതല്ല വെച്ചാൽ അവിടെ പോയിട്ട് തോൽപ്പിക്കും. മുഴുവൻ ഭൂമിയും ഏറെക്കുറെ ഈ മഗധ രാജാവിൻ്റെയാണ്. മഗധ രാജാവ് എന്ന് പറഞ്ഞാൽ അനവധി രാജ്യങ്ങൾക്ക് ഉടമയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചക്രവർത്തിയനാണ്, രാജസൂയം ചെയ്യേണ്ട ആവശ്യമില്ല, ആ മട്ടാണ്. അങ്ങനെയുള്ള ആ രാജാവിനെയാണ് ഇങ്ങനെ ഭീമനെ കൊണ്ട് വധിച്ചത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അവിടെ ചെന്നു.
ഈ കാരാഗ്രഹം എത്തി ആവശ്യം എന്തൊക്കെ നടപ്പാക്കണ്ടേ. കാരാഗ്രഹത്തിൻ്റെ ആ വാതിൽ തുറന്നു. അപ്പോൾ അവിടെ ഈ രാജാക്കന്മാർ 2800 രാജാക്കന്മാർ പുറത്തേക്ക് വന്നു. സ്തുതിച്ചു നല്ലോണം. പർവ്വത ഗുഹ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞപ്പോഴേ അവരുടെ ഒരു അവസ്ഥയുണ്ട്. മേലാകെ ചളിയാണ്, മുഷിഞ്ഞ വസ്ത്രം, മെലിഞ്ഞ് വിശന്ന് തടവിൽ കിടന്നതിൻ്റെ എല്ലാവിധ കഷ്ടപ്പാടുകളും അനുഭവിച്ചതിൻ്റെ എല്ലാ ദുരിതമുണ്ട് അവർക്ക്. അവർ ഭഗവാനാണ്ട് കണ്ടപ്പോൾ ഇനി ഇങ്ങനെ ഒരു സന്തോഷമില്ല. 1000 സൂര്യനെ ഒരുമിച്ച് കണ്ട പോലെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ സ്തുതിക്കുകയാണ്. മേഘവർണ്ണൻ, മഞ്ഞപ്പെട്ട്, 4 കയ്യ്, ശ്രീവത്സം, കൗസ്തുഭം, താമരക്കണ്ണ്, പ്രസന്നമുഖം, മകരകുണ്ടലം, ആടയാഭരണങ്ങൾ, വേഷഭൂഷാദികൾ, സർവാഭരണ വിഭൂഷിതനായിട്ട് വനമാലയൊക്കെ ചാർത്തിയിട്ട് ഭഗവാനെ കണ്ടു. കണ്ണുകൊണ്ട് കുടിച്ചു, മനസ്സാ ആലിംഗനം ചെയ്തു, കാതുകൊണ്ട് കേട്ടു, കാലടികളിൽ വീണ് നമസ്കരിച്ചു. വളരെയധികം സ്തുതിച്ചു. ദേവദേവ, ശരണാഗതവത്സല, സംസാരരക്ഷക, ഭഗവാനെ രക്ഷിക്കണേ. ജരാസന്ധനല്ല തെറ്റ് ചെയ്തത്, ഞങ്ങളാണ് തെറ്റ് ചെയ്തത്. ജരാസന്ധന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ സഹായിക്കുകയാണ് ചെയ്തത്. ആപത്തു നിന്ന് ഇങ്ങനെ ഒരു കൂട്ടിച്ചേർക്കൽ നടന്നില്ലായിരുന്നു എങ്കിൽ ഞങ്ങൾ കലഹിച്ച് വെറുതെ മരിച്ചു പോകുമായിരുന്നു. ഭഗവാനെ കാണാൻ സാധിക്കില്ല. അപ്പം അങ്ങയെ മറന്ന് ജീവിച്ചത് വലിയ തെറ്റായിപ്പോയി. ഈ മരീചിക കണ്ടിട്ട് ജലം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പലരും ആ രീതിയിൽ ജീവിച്ചുപോയി. അജ്ഞത കൊണ്ട് തമ്മിൽ മത്സരമായിരുന്നു. നിർദ്ദയരായിട്ട് പാവങ്ങളെ കുറെ വധിച്ചു. അതിൻ്റെ ശിക്ഷയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇപ്പോൾ ഇതാ ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. കാലരൂപിയായിട്ടുള്ള അങ്ങയ്ക്ക് നമസ്കാരം. നേർബുദ്ധി കാണിച്ചു തന്നുല്ലോ. ഇനി ഞങ്ങൾക്ക് വിഷയാദികൾ വേണ്ട. എത്ര ജന്മം ഇനി വേണ്ടി വന്നാലും അത്രയും കാലം അങ്ങയെ ഞങ്ങൾക്ക് ഓർക്കാൻ സാധിക്കണം. ഭക്തരായിട്ട് തീർക്കണം. തന്ന സമാധിശോപായം ഏനത്തെ ചരണാബ്ജയോ സ്മൃതിര്യഥാന്ന വിരമേത അഭി സംസരതാമിഹ. ഒരു കാരണവശാലും ഭക്തി വിടരുത്. അങ്ങനെ ഞങ്ങളെ രക്ഷിക്കണം. അങ്ങനെയുള്ള കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അങ്ങേതാ ഞങ്ങൾ നമസ്കരിക്കണം. സ്തുതിയൊക്കെ കേട്ടപ്പോൾ ഭഗവാൻ സന്തോഷിച്ചു. ഭാഗ്യം കൊണ്ടാണ് വൈരാഗ്യം കിട്ടിയത്. ഏതായാലും ഭക്തരാവട്ടെ, ഞാൻ ഇതാ അനുഗ്രഹിക്കണു. നിങ്ങൾ ഇനി മുക്തി നേടുമൊന്നും വേണ്ട, സുഖമായിട്ട് ജീവിക്കാനാണ് വേണ്ടത്. ഞാൻ പത്നിമാർക്ക് അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. പാണ്ഡവരുടെ സ്വത്തുനിന്ന് ധാരാളം. എത്രയാ കൊടുക്കേണ്ടത് ചോദിച്ചാൽ ഒക്കെ കൊടുത്തു എന്നാ ഭഗവാൻ പറയാണ്. ഈ അധികാരവും മതവും മറ്റേ സൗന്ദര്യവും ധനവും ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാർത്തവീര്യാർജനായാലും നഹുഷനായാലും വേനനായാലും രാവണനായാലും നരകാസുരനായാലും അർഹതയില്ലാതെ എന്ത് കിട്ടിയാലും നശിക്കും. നിങ്ങളും അതേപോലെ പറ്റിപ്പോയി. പക്ഷെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, പത്നിമാർ പതിവ്രതകളാണ്. അതുകൊണ്ട് അവർക്ക് ഭക്തിയുണ്ട്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. നിങ്ങളിതാ ധാരാളം ഐശ്വര്യത്തോടു കൂടിയിട്ട് ഇവിടുന്ന് തന്നെ കൊണ്ടുപോയിക്കോളൂ. ഇനി അവിടെ ചെന്നാൽ അതൊക്കെ വർദ്ധിക്കുകയും ചെയ്യും. ഒട്ടും പേടിക്കണ്ട കേട്ടോ. യാഗം ചെയ്യണം, യജ്ഞം ചെയ്യണം, പ്രജകളെ രക്ഷിക്കണം, സന്താനങ്ങളുണ്ടാവട്ടെ, സുഖദുഃഖങ്ങളെ അനുഭവിച്ചോളൂ. ശത്രുമിത്ര ഭാവം വേണ്ട, ഉദാസീന ഭാവത്തിൽ മതി, നിങ്ങൾ മുക്തരായി തീരും. ഞാൻ വിളിക്കുമ്പോൾ അങ്ങോട്ട് വരികയും വേണം എന്നെല്ലാം പറഞ്ഞ് കൃഷ്ണൻ അവരെ നല്ല വേണ്ട വിധത്തിൽ അനുഗ്രഹിച്ചു. പിന്നെ നല്ലോണം കുളിച്ചു, പുതുവസ്ത്രമൊക്കെ ഉടുത്തു, ധനധാനാദികളൊക്കെ ധാരാളം കൊടുത്തു. അങ്ങനെ രാജ്യത്തേക്ക് പറഞ്ഞയച്ചു. പ്രജകളോട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ ചെന്ന് അവർ പറഞ്ഞു. ഭഗവാന്റെ ഈ കാരുണ്യത്തെ പറ്റും, അതേപോലെ തന്നെ നന്നായിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ, ഇങ്ങനെ സകലതും സഹദേവനോട് പറഞ്ഞ് യാത്രയാക്കി. അതേപോലെ തന്നെ ജരാസന്ധൻ്റെ പുത്രനായിട്ടുള്ളൊരു സഹദേവനുണ്ട്. അദ്ദേഹത്തിനെ അവിടെ രാജാവാക്കി തീർത്തു. അതിനുശേഷം ഹസ്തിനപുരത്തേക്ക് ഭീമനും അർജുനനും കൃഷ്ണനൊക്കെ എത്തി. കൃഷ്ണൻ പാഞ്ചജന്യം മുഴക്കിയിട്ട് യുധിഷ്ഠിരൻ്റെ അടുത്ത് വന്നപ്പോൾ ജരാസന്ധവധം കഴിഞ്ഞുവല്ലോ, സന്തോഷമായി. ഭീമനെയാണ് ശരിക്ക് കൂടുതൽ പുകഴ്ത്തേണ്ടത്, പക്ഷേ ചെയ്തത് കൃഷ്ണയാണ്. ഏതായാലും കൃഷ്ണ എല്ലാവരും നമസ്കരിച്ചു. അങ്ങനെ പറയണമെന്നേ ഉള്ളൂ കേട്ടോ. അവിടെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഭീമനെ എല്ലാവർക്കും അതേപോലെ തന്നെ ബഹുമാനത്തോടു കൂടിയിട്ടാണ്. ഭീമൻ അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ്. അത്രയേ ഉള്ളൂ. ഭീമനെ ജയിച്ചതായിട്ട് എല്ലാവരും പ്രഖ്യാപിച്ചു. ജരാസന്ധനെ വധിച്ചവനായിട്ട് ഭീമൻ്റെ കഴിവിനെ എല്ലാവരും അംഗീകരിച്ചതൊക്കെ ഉണ്ട്. ഏതായാലും കൃഷ്ണകാരുണ്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തരായത് എന്ന് എല്ലാവരും ബോധ്യപ്പെട്ടു. അതിനുശേഷം അതിഗംഭീരമായിട്ടുള്ള രാജസൂയ യാഗം നടക്കുകയാണ്. 2 അധ്യായങ്ങളെ കൊണ്ട് രാജസൂയത്തെ പറയണു. അത് നമുക്ക് പറയാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പം 44 മിനിറ്റായി.
2 അധ്യായം പറയുമ്പോഴേക്കും സമയം നോക്കട്ടെ. രാജസൂയത്തിൽ ഒരു വിധിയൊക്കെ ഉണ്ട്. അവിടെ അഗ്രാസന പൂജ ചെയ്യുന്നതൊക്കെ ഈ രംഗത്താണ്. യുധിഷ്ഠിരൻ പറയാണ്, ശ്രീകൃഷ്ണ, അങ്ങ് ത്രിലോകാധിപതിയാണ്, അങ്ങ് ഞങ്ങൾക്ക് എല്ലാം ചെയ്തു തന്നു, ഇപ്പോഴിതാ ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നു. അങ്ങ് പരബ്രഹ്മമാണ്. ഈ കർമ്മം അങ്ങയെ ബാധിക്കുകയില്ല. ഭക്തർക്ക് അഹമമ ഇല്ലാണ്ടാക്കാൻ, അതേപോലെ തന്നെ ഏഷ അന്യ ത്വം തവ, ഇങ്ങനെയുള്ളതൊക്കെ അഹമമയൊക്കെ ഇല്ലാണ്ടാവും ഭഗവാനെ സ്തുതിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ വേണ്ട രീതിയിൽ കൃഷ്ണനെയൊക്കെ സ്തുതിച്ച് രാജസൂയത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു. 29 ഹോതാക്കളെ ഏർപ്പാടാക്കി എന്നാണ്. ശ്രീകൃഷ്ണൻ 27 ഹോതാക്കളെ ഉപയോഗിച്ചുകൊണ്ടാണ് രാജസൂയം ചെയ്തത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇവിടെ ശ്രീകൃഷ്ണ രാജസൂയം ഇതിൽ പെട്ടതല്ല. ഉഗ്രസേനൻ്റെ രാജസൂയം വേറെയാണ്, കൃഷ്ണൻ്റെ രാജസൂയം വേറെയാണ്. ഉഗ്രസേനൻ്റെ രാജസൂയം പ്രധാനമായിട്ടും ചെയ്തത് പ്രദ്യുമ്നനാണ്. അതിൻ്റെ ഈ സൈന്യ സഞ്ചാരവും കാര്യങ്ങളൊക്കെ ചെയ്തത്. കൃഷ്ണൻ്റെ രാജസൂയം വേറൊരു തരത്തിലാണ്. അത് വിശദീകരിക്കപ്പെട്ടിട്ടില്ല, നടന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ബ്രഹ്മാണ്ടം മുഴുവൻ ജയിച്ചു. ഉഗ്രസേന രാജാവ് ഈ ഏഷ്യ ഭൂഖണ്ഡത്തെ മുഴുവൻ, ജംബൂദ്വീപം മുഴുവൻ ജയിച്ചു എന്നേ പറയുന്നുള്ളൂ. ജംബൂദ്വീപത്തിൻ്റെ ഒരു പ്രത്യേകത, മറ്റ് ഭൂഖണ്ഡങ്ങളൊക്കെ ജംബൂദ്വീപത്തിൻ്റെ കീഴിലാണ്. കൃഷ്ണ സാന്നിധ്യവും ഈശ്വര സാന്നിധ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെ വിസ്തരിച്ച് വേറെ പറയണ്ട എന്ന നിലയ്ക്കാണ് കൃഷ്ണ സാമീപ്യം കൊണ്ട് പ്രദ്യുമ്നൻ്റെ ഈ ജയിച്ചു വരവ്, എല്ലാവരെയും ജയിക്കുക എന്നത് ചെയ്തതുകൊണ്ട് ജംബൂദ്വീപത്തിൻ്റെ ആധിപത്യം കിട്ടി എന്നുള്ളതിൻ്റെ അർത്ഥം ഭൂമി മുഴുവൻ ഉഗ്രസേന രാജാവിൻ്റെ ആയിത്തീർന്നു. അങ്ങനെയാണ്. പക്ഷേ കൃഷ്ണൻ്റെ രാജസൂയം അങ്ങനെയല്ല. കൃഷ്ണൻ്റെ രാജസൂയം വിശദീകരിക്കാതെ കണ്ടാണ് ബ്രഹ്മാണ്ടം മുഴുവൻ കൃഷ്ണൻ ജയിച്ചു എന്നാണ്, മനോമഖമായിട്ടാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ രാജസൂയങ്ങൾ പലതുമുണ്ട്. രാജസൂയം ചെയ്തവർക്കൊക്കെ ക്ഷീണമാണ്. അതിൽ യാദവർക്ക് മാത്രമേ ക്ഷീണമില്ലാതെ കണ്ട് സംഭവിച്ചിട്ടുള്ളൂ. അത് ഈശ്വര കാരുണ്യം കൊണ്ടാണ്, ഈശ്വരന്മാരായതുകൊണ്ടാണ്. ഇപ്പം ഇവിടെ രാജസൂയം ചെയ്യാണ്. രാജസൂയത്തിന് 29 ഹോതാക്കളെയൊക്കെ ഏർപ്പാടാക്കി. യുധിഷ്ഠിരൻ നല്ലോണം യജിക്കുക, വരിക്കപ്പെടുക, അങ്ങനെയൊക്കെ ഉണ്ട്. യുധിഷ്ഠിരൻ യജമാനായിട്ട് വരിക്കണ്ടേ, അതെല്ലാം ചെയ്തു, യജമാനായി. പിന്നെ ഭീഷ്മദ്രോണാദികളെയൊക്കെ ക്ഷണിച്ച് വരുത്തി വിശിഷ്ടമായിട്ടുള്ള സ്ഥാനത്ത് ബന്ധുക്കളെന്നുള്ള നിലയ്ക്കും കാരണന്മാരെന്നുള്ള നിലയ്ക്കും ദേവീദേവന്മാരൊക്കെ വന്നു. പ്രത്യേകമായിട്ട് എല്ലാവരുടെയും പങ്കാളിത്തം. അങ്ങനെ വരുണൻ്റെ യാഗം, അതേപോലെ മരുത്തൻ്റെ യാഗം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള യാഗങ്ങളാണ്. പങ്കെടുത്തവർക്കൊക്കെ മോക്ഷം. 18 മാസം കൃഷ്ണൻ നിറഞ്ഞു നിന്നു. ആ യാഗകാലം മുഴുവൻ 18 മാസം ഉണ്ടായിത്രേ. അങ്ങനെ സോമപാന ദിവസം, ദേവന്മാർക്ക് സോമപാനം കൊടുക്കുന്ന ദിവസമാണ് ഈ അഗ്രാസന പൂജ വരിക. അപ്പോൾ ആ സമയത്ത് ആരാ പൂജിക്കേണ്ടത്? വിശിഷ്ട വ്യക്തി വേണമെന്നാണ്. അപ്പോൾ ബ്രഹ്മാവുണ്ട്, ശിവനുണ്ട്, ഇന്ദ്രനുണ്ട്, മറ്റ് ദേവന്മാരുണ്ട്, ഋഷികളുണ്ട്, ചക്രവർത്തിമാരുണ്ട്. എല്ലാവർക്കും പല അർഹതയുണ്ട്. പക്ഷെ അത് തിരഞ്ഞെടുക്കേണ്ട ചുമതല സഹദേവനാണ്. അങ്ങനെ പറഞ്ഞു, ഈ ഭഗം 6 ഐശ്വര്യം 8 ഭഗവാൻ കൃഷ്ണ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദേവന്മാർ, ഋത്തിക്കൾ, യജമാനൻ ഇവരെല്ലാവരും ആശ്രയിക്കുന്നത് ഭഗവാൻ കൃഷ്ണയാണ്. ആയതുകൊണ്ട് ഈ സമുദ്രത്തെ പൂജ ചെയ്ത് കഴിഞ്ഞാൽ തിരമാലകൾ, നദികൾ ഒക്കെ പൂജിക്കപ്പെടും. അതേപോലെ നല്ലൊരു ഉദാഹരണം അത്. സമുദ്രത്തെ പൂജിച്ചു കഴിഞ്ഞാൽ തിരമാലകളും നദിയും പൂജിക്കപ്പെടും. അപ്പോൾ അതിലുള്ള ജീവജാലങ്ങളൊക്കെ പൂജിക്കപ്പെടും. അതുകൊണ്ട് കൃഷ്ണനെ പൂജിച്ചാൽ മതി. അപ്പോൾ അതെല്ലാവരും അംഗീകരിച്ചു എന്നാണ് ഒരു പ്രത്യേക പോയിൻ്റാണ്. സഹദേവൻ്റെ ആ വാക്കിനെ അംഗീകരിച്ച് പൂജ തുടങ്ങി. അഗ്രാസന പൂജ അതിഗംഭീരമായിട്ട് ചെയ്തു. കണ്ണ് കാണാനും കൂടി ഇല്ലാതെ കണ്ട് യുധിഷ്ഠിരൻ പൂജിച്ചു. കാട്ടിൽ നിന്ന് വന്നതാണ്, എന്നിട്ടാണ് ചക്രവർത്തി ആയതിപ്പോൾ. അപ്പോൾ എല്ലാവരും അതിനെ അംഗീകരിച്ചു. ഈ കൃഷ്ണദ്വിട്ട് ആയിട്ടുള്ള ചില ഭീരുക്കളുണ്ട്, ശിശുപാലാദികൾ. അവർക്ക് കുറച്ച് വിഷമമായി. എന്തായാലും യുധിഷ്ഠിരൻ പ്രത്യേകമായിട്ട് തയ്യാറാക്കിയുള്ള ഒരു സിംഹാസനത്തിൽ പാദമൊക്കെ കഴുകി എല്ലാവരും പാദതീർത്ഥം സ്വീകരിച്ചു. അതിവിശിഷ്ടമായിട്ടുള്ള ആടയാഭരണങ്ങളൊക്കെ കൊടുത്തു. സൗന്ദര്യം എത്രയാണോ വർദ്ധിപ്പിക്കാൻ പറ്റുക അതൊക്കെ ചെയ്തു. കിരീടം മുതലൊക്കെ പുത്തനായിട്ട്. അങ്ങനെ കൃഷ്ണൻ്റെ സൗന്ദര്യം അവിടെ ദ്വാരകയിൽ നിന്ന് കൊണ്ടുവന്നല്ലാട്ടോ ഉപയോഗിക്കുക. അവിടെ ഈ ഭക്തൻ ഭഗവാന് കൊടുക്കുന്നതാണ് ഭഗവാൻ സ്വീകരിക്കുക. അതിന് ചില കാരണങ്ങളുണ്ട്. അതാണ്. ഏതായാലും സൗന്ദര്യം
മുഴുവൻ ബ്രഹ്മാവിൽ നിന്ന് ചോർത്തി അതിവിടെ കൃഷ്ണനിലേക്ക് ചേർക്കപ്പെട്ടു എന്നാണ്. അത്രയ്ക്കുണ്ട്. വന്നവരെയൊക്കെ കാല് കഴുകി സ്വീകരിച്ചു. മഹാമുനിമാരുടെ ഈ സകലവിധ ആശംസകളും അവിടെ കിട്ടി എന്നാണ്. ഇനി അതേപോലെ ഓരോരുത്തരും എന്തൊക്കെ ചെയ്തു, കൃഷ്ണൻ ആരാണ് എന്നൊക്കെ പറയാണ്. വരുന്നവരെ കാല് കഴുകിച്ചത് കൃഷ്ണനാ. മഹാമുനിമാരുടെ ഇച്ചിലെടുത്തത് കൃഷ്ണ. എല്ലാവരാലും പൂജിക്കപ്പെടുന്നത് കൃഷ്ണ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൃഷ്ണനെ ജയ ജയ എന്ന് പറഞ്ഞ് സ്തുതിച്ചു എന്നാണ്. അപ്പോൾ ദേവന്മാരെ പുഷ്പവൃഷ്ടി ചെയ്തു, വാദ്യ നൃത്തം പാട്ട്, കുറച്ച് സമയം മറ്റ് കർമ്മങ്ങളൊന്നും നടന്നില്ല. പക്ഷേ ശിശുപാലൻ അത് സഹിച്ചില്ല. ശിശുപാലൻ ഈ കൃഷ്ണൻ്റെ 100 അപരാധങ്ങളെ ഒന്നിച്ച് പറഞ്ഞു. 101ാമത്തെ അപരാധം കൂടി പറഞ്ഞു. കാലം വിപരീതാണ്, വൃദ്ധരെ അവഗണിച്ചു, ശ്രേഷ്ഠരെ അവമാനിച്ചു. ഈ അജ്ഞാനി മറ്റേ സഹദേവൻ കുട്ടിയാണ്, അയാൾ പറഞ്ഞ് സ്വീകരിച്ച് ശരിയായില്ല. ഈ ഗോപാലനെ പോയിച്ച് ശരിയായില്ല. കൃഷ്ണധർമ്മമില്ല, വർണ്ണമില്ല, ആശ്രമമില്ല, ഗുണമില്ല, ഏയാതി ശാപത്താൽ രാജാവല്ല, മറ്റേ ഭ്രഷ്ടനാണ്, സമുദ്രമധ്യത്തിൽ ഒളിച്ച് താമസിക്കുന്നു, കള്ളനാണ്. 101 അപരാധം പറഞ്ഞോട് കൂടിയിട്ട് അങ്ങനെ പറയണതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തർ ചെവി പൊത്തി എൻ്റെ ഓടിപ്പോയി. മറ്റേ ഇത് ശിശുപാലനെ കുറ്റം പറഞ്ഞു, മറ്റേ പുറത്താക്കണം എന്ന് പറഞ്ഞു, ശിക്ഷിക്കണം പറഞ്ഞു. ആ ചിലർ ആയുധം എടുത്തു. ശിശുപാലൻ യുദ്ധത്തിന് തയ്യാറായി. അപ്പോൾ എല്ലാവരെയും ഭഗവാൻ തടുത്തു. അതിന് ശേഷം 101 കഴിഞ്ഞപ്പോൾ ഭഗവാൻ സുദർശന ചക്രം കൊണ്ട് ശിശുപാലനെ അങ്ങോട്ട് വധിച്ചു. ആ ജീവൻ നേരിട്ട് എല്ലാവരും കാണുക കൃഷ്ണനിൽ ലയിക്കുകയും ചെയ്തു. അപ്പോൾ ഇതെന്താ ഇങ്ങനെ വരാൻ കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജയവിജയന്മാരാണ് ഇങ്ങനെ. അതിൽ ജയൻ ഹിരണ്യകശിപുവായിട്ട്, രാവണനായിട്ട്, ശിശുപാലനായിട്ട് വന്നു. വിജയൻ ഹിരണ്യാക്ഷനായിട്ട്, കുംഭകർണനായിട്ട്, ദന്തവസ്ത്രനായിട്ട് വന്നു. അപ്പോൾ അതിൽ 3ാമത്തെ ജന്മമാണ് ശിശുപാലൻ്റെ. ഇപ്പോൾ ഇതാ മുക്തി നേടി. ആസുര രാക്ഷസ മാനുഷഭാവത്തെ തീർത്തു, അങ്ങനെ മുക്തി നേടി എന്നാണ്. ഇനി ദന്തവസ്ത്രനും ഇതേപോലെ മുക്തി നേടും. ജന്മമില്ലാത്തതായിട്ടുള്ളവർക്ക് ഭഗവാന്റെ ചില ലീലകളെ കാണാൻ ഇങ്ങനെ അവസരം ഉണ്ടാക്കി. ഈ ജയവിജയന്മാർക്ക് മുക്തി കിട്ടുമെന്നെല്ലാം അവിടെ യാഗത്തിൻ്റെ വളരെ വിശിഷ്ടമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ പറഞ്ഞു. ഇപ്പോൾ യാഗാദികളൊക്കെ നന്നായിട്ട് സമാപിച്ചു. ധാരാളം ദക്ഷിണയൊക്കെ നടത്തി. അതുപോലെ ഇത്ര എന്ന് പറയാൻ പറ്റില്ല, അത്രയും കൂടുതൽ. ദിഗ്വിജയത്തിൽ എത്ര കിട്ടിയത് ചോദിച്ചാൽ ശരി, അതൊക്കെ ദാനമായിട്ട് നൽകി. ഒന്നും അവരെടുത്തില്ല എന്നാണ്. അവഭൃത സ്നാനമൊക്കെ ചെയ്തു. സന്തുഷ്ടരായിട്ട് സർവ്വരും മടങ്ങിപ്പോയി. ഭഗവാൻ കുറച്ച് ദിവസം കൂടി അവിടെ ഇങ്ങനെ താമസിച്ചു. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു യാഗം നടത്തി കഴിഞ്ഞാൽ ഭണ്ഡാരം നല്ലോണം വർദ്ധിക്കും. അതവിടെ സ്വരൂപിച്ച് വയ്ക്കും. ഇവിടെ യുധിഷ്ഠിരൻ്റെ രാജ്യത്തിൽ കിട്ടിയത് മുഴുവൻ ഓരോരുത്തർക്കുമായിട്ട് ദാനം കൊടുത്തു എന്നാണ്. അപ്പോൾ തോൽപ്പിച്ച രാജ്യങ്ങളിലേക്ക് തന്നെ തിരിച്ചേർക്കപ്പെട്ടു. ബ്രാഹ്മണർക്ക് ധാരാളമായിട്ട് കൊടുക്കപ്പെട്ടു. അപ്പോൾ അത് വീതം വെച്ചു എന്ന് സാരം. ഒന്നും അവിടെ ശേഷിപ്പില്ല. അതൊക്കെ ഒരു അത്ഭുതമാണ്. അവിടെ വിസ്തരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ദുര്യോധനന് യുധിഷ്ഠിരൻ്റെ സമൃദ്ധി കണ്ടപ്പോൾ സഹിച്ചില്ല. ജരാസന്ധവധം, അതേപോലെ രാജാക്കന്മാരുടെ ഈ മോചനം, രാജസൂയം, ശിശുപാലവധം, ഇത് അസഹനീയമായി തീർന്നു ദുര്യോധനന്. പക്ഷേ ഈ കാര്യങ്ങൾ ആരാണോ സ്മരിക്കുന്നത് ദിവസേന, അവരുടെ സകല പാപങ്ങളും തീരുന്ന. അപ്പോൾ ഈ ദുര്യോധനൻ്റെ മാനഭംഗത്തെ കൂടി ഒന്ന് പറയാണ്. യാഗത്തിൻ്റെ വിധി ഒന്ന് പറഞ്ഞു. ശ്രീശുഖ മഹർഷി പറയാണ്, ദുര്യോധനന് ദുഃഖം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ച ചോദ്യത്തിന് പരീക്ഷിത്താണ് ചോദിച്ചത്. അഭിമന്യു, യുധിഷ്ഠിരൻ, അർജുനൻ, ആ പാണ്ഡവനാണല്ലോ. അപ്പോൾ ഈ അഭിമന്യുവിൻ്റെ പുത്രനാണ് പരീക്ഷിത്ത്. അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് വിശദീകരിച്ച് കൊടുക്കണ്ടേ. യാഗം ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിച്ചു. കാരണം കൃഷ്ണ സാന്നിധ്യം. പാചകം ഓരോരുത്തർക്ക് ഓരോ ചുമതല കൊടുക്കുകയാണ്. ഭീമസേനൻ പാചകം, ദുര്യോധനൻ ധനം കൈകാര്യം ചെയ്യാൻ, സഹദേവൻ പൂജ, അതേപോലെ നകുലൻ സംഭരണം, അർജുനൻ ശുശ്രൂഷ, ശ്രീകൃഷ്ണൻ കാലി കഴുകുക തുടങ്ങിയ സകല കാര്യങ്ങളും, പാഞ്ചാലി ശ്രമാദി കാര്യങ്ങൾ, ആഹാരം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ, അതേപോലെ കൊടുക്കൽ, പിന്നെ കർണൻ ദാനം കൊടുക്കൽ. ഇങ്ങനെ എല്ലാവരും അവനവന് വേണ്ടിയിട്ടുള്ള കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഇനിയുണ്ട് ധാരാളം. ഓരോരുത്തർക്ക് ഡ്യൂട്ടി കൊടുത്തൊക്കെ ധാരാളമുണ്ട് വിസ്തരിക്കാൻ. അതെല്ലാം ചെയ്തു. എല്ലാവരും കൃഷ്ണനെ സേവിച്ചു, യുധിഷ്ഠിരനെയും സേവിച്ചു, പാണ്ഡവരെ സേവിച്ചു എന്നർത്ഥം. അതാണ് പങ്കാളികളായി. അങ്ങനെ യാഗമൊക്കെ കഴിഞ്ഞ് അവഭൃത സ്നാനമൊക്കെ കഴിഞ്ഞ് ഗംഗാസ്നാനം, ജലക്രീഡ, പിന്നെ അവർ തമ്മിലുള്ള പീച്ചാങ്കുഴൽ കളി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷ്ണനെ സ്തുതിക്കുകയാണ്. പാട്ട്, കൊട്ട, നൃത്തം, ഹോളി ഒക്കെ കഴിഞ്ഞ് സർവാലങ്കൃത വിഭൂഷിതരായിട്ട്. ഇതിനൊക്കെ യാഗത്തിൻ്റെ നിയമങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ യുധിഷ്ഠിര ചക്രവർത്തിയായിട്ട് സഭയിലിരിക്കുകയാണ്. ഋഷികൾ, ദേവന്മാരെ എല്ലാവരും സ്തുതിക്കുന്നു. അതുപോലെ ദേവി ദേവന്മാരെ അനുഗ്രഹം കൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു. അങ്ങനെ പലരും പിരിഞ്ഞു പോയി. അങ്ങനെ പാണ്ഡവരൊക്കെ പരസ്പരം ഭഗവാനെയും യുധിഷ്ഠിരനെയും പ്രശംസിക്കുകയാണ്.
എല്ലാവരും പോണോര് യുധിഷ്ഠിരൻ ജയിക്കട്ടെ, കൃഷ്ണൻ ജയിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദുര്യോധനന് സഹിച്ചില്ല. അവിടെ വിശ്വകർമാവ് നിർമ്മിച്ചതായിട്ടുള്ള ഈ ഹസ്തിനപുരം പട്ടണം മയൻ്റെ ഒരു ഇന്ദ്രപ്രസ്ഥം എന്നുള്ള സഭയുണ്ട്. ആ സഭയിൽ പ്രത്യേകത ഉണ്ട്. അവിടെ അധാർമികം നടക്കില്ല. പാണ്ഡവ വിരോധം വന്നവർക്ക് അമളി പറ്റും. ഇത് മയൻ്റെ ഒരു മായയാണ്, ഒരു സൂത്രമാണ്. അർജുനനോടുള്ള സ്നേഹമാണ്. അതാ കാണ്ഡവ വനം നൽകി കത്തിച്ചു കഴിഞ്ഞപ്പോൾ മയനെ രക്ഷിച്ചു, അതേപോലെ ഇന്ദ്രനെ രക്ഷിച്ചു, പിന്നെ ഈ അഗ്നിയുടെ അനുഗ്രഹം കിട്ടി, അങ്ങനെ പലതുമുണ്ട്. അപ്പോൾ അതിനുള്ള ചില പ്രത്യേകമായിട്ട് ചില കപ്പങ്ങളാണ് അതൊക്കെ. അപ്പോൾ ദേവകളും കൂടി ഐശ്വര്യം ധാരാളമായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്വർഗത്തേക്കാ സുഖമാണ്. ഭഗവാന്റെ ഈ പത്നിമാരൊക്കെ കൂടിയിട്ട് വളരെ ഉത്സാഹത്തോടു കൂടിയിട്ട് ഇതിനൊക്കെ സഹകരിച്ചു എന്നതാണ്. 16,108 മഹാലക്ഷ്മിമാർ ഉത്സാഹിച്ചാൽ പിന്നെ അതെങ്ങനെ എന്ന് കേൾപ്പാണ്ടിരിക്കും. ഇതാണ് വിജയത്തിൻ്റെ കാരണം. ദുര്യോധനൻ അപ്പോഴാണ് അസൂയൊക്കെ വന്നത്. ഇപ്പോൾ പാണ്ഡവരെ ഒന്ന് പറ്റിക്കണമെന്ന് നിശ്ചയിച്ചിട്ട് എല്ലാവരും സഭയിലുള്ള സമയത്ത് സകല ഹസ്തിനപുരത്തിലെ പ്രൗഢി വളരെ കൂടുതലാണ്. ആ പ്രൗഢിയോട് കൂടിയിട്ട് സർവാഭരണ വിഭൂഷിതനായിട്ട് കൂട്ടാളികളോട് കൂടിയിട്ട് അനുജന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ സഭയിലേക്ക് ദുര്യോധനൻ വന്നു. ഈ ഇന്ദ്രപ്രസ്ഥ സഭയിലേക്ക്, പാണ്ഡവരുടെ സഭയിലേക്ക്. പക്ഷേ ദുഷ്ടമനസ്സ് സഭയ്ക്ക് അറിയും. അത് ഈ ദുര്യോധനന് അറിയില്ല. സ്ഥലജല ഭ്രാന്ത് സംഭവിച്ചു. ദുര്യോധനന് മായ പിടികൂടി. സഭയിൽ വെള്ളം കണ്ടു കഴിഞ്ഞപ്പോൾ അതനുസരിച്ച് നടന്നു. അപ്പോൾ അവിടെ വെള്ളമില്ല. വെള്ളം കണ്ടില്ല. വെള്ളമില്ല, നിരന്നായിട്ടുള്ള സ്ഥലമാണെന്ന് തോന്നി. അവിടെ വെള്ളം ഉണ്ടായിരുന്നു, പക്ഷെ അത് കാണാൻ പറ്റിയില്ല. വെള്ളത്തേക്ക് പെട്ടെന്ന് വീണുപോയി. എല്ലാവരും ചിരിച്ചു. യുധിഷ്ഠിരൻ പറഞ്ഞു, ആരും ചിരിക്കരുത്, കാരണം എൻ്റെ സഹോദരനല്ലേ, അതുകൊണ്ട് ചിരിക്കരുത് എന്ന് പറഞ്ഞു. പിന്നെ ഹസ്തിനപുരത്തിലെ രാജകുമാരൻ വേണം. ഭഗവാൻ പറഞ്ഞു, ചിരിച്ചോളൂ. ഭീമനും പാഞ്ചാലിയും ചിരിച്ചു കഴിഞ്ഞപ്പോൾ അത് അത്ര സമ്മതമായില്ല. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, യുധിഷ്ഠിരൻ പറഞ്ഞു ചെയ്യരുതെന്ന്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു ചിരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഭീമനും പാഞ്ചാലിയും കൈയൊട്ടി കുറച്ച് അധികം ചിരിച്ചു എന്നാണ്. ഈ ചിരിയോട് കൂടിയിട്ട് ദുര്യോധനൻ്റെ യശസ് കളങ്കിതമായി. എല്ലാവരും പരിഹസിച്ചു. അത് വല്ലാത്തൊരു പകയായിട്ട് മാറി. ദുര്യോധനൻ്റെ ഈ പക ഈ ഭൂമിയുടെ ഭാരം ഇല്ലാണ്ടാക്കാൻ കുരുപാണ്ഡവ യുദ്ധത്തിന് കാരണമായി എന്ന് അവിടെ വിസ്തരിക്കുകയാണ്. അങ്ങനെയുള്ള ആ രാജസൂയ യാഗത്തെ എത്രയാണ് പുകഴ്ത്തേണ്ടത്, എത്രയാണ് കൃഷ്ണൻ്റെ ആ ലീലയെ അവിടെ നമസ്കരിക്കേണ്ടത് അല്ലെങ്കിൽ വാഴ്ത്തേണ്ടത് അറിയില്ല. അത് സ്മരിച്ചാൽ മുക്തി ഉറപ്പാണ്. സാരൂപ്യ മുക്തി തന്നെ കിട്ടും. അത് എല്ലാവർക്കും എന്നും ഈ ഭഗവത് അനുഗ്രഹം കിട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഭഗവാന് തൃക്കാൽക്ക സമർപ്പിക്കുന്നു. രാജസൂയം എന്ന ഈ കഥ എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ.